നമസ്കാരം. 1961 ജൂലൈ 27 രൂപീകൃതമായ കേരള സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷന്റെ 64ാമത് വാർഷിക സമ്മേളനം 2024 സെപ്റ്റംബർ 30 കൊച്ചി കലൂർ ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്ററിൽ നടന്നു. വാർഷിക ജനറൽ കൗൺസിൽ മീറ്റിംഗ്, അതിനുശേഷം ഇലക്ഷൻ, തുടർന്ന് കരോക്കെ ഗാനമേള എന്നിവയ്ക്ക് ശേഷം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ കേരളത്തിനെ പ്രസ്തുത അവസ്ഥയിലേക്ക് എത്താൻ വേണ്ട നിയമനിർമ്മാണങ്ങളും അതിൻ്റെ ഇംപ്ലിമെന്റേഷനും ഒരു ടീമിനെ കൂടെ നിർത്തി വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ലക്ഷ്യം നിറവേറുന്നതുവരെ ഒപ്പം നിന്ന് കേരള വ്യവസായ സമൂഹം ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ കേരളത്തിനെ കയറ്റി നിർത്തിയ കേരളത്തിലെ വ്യവസായികളുടെ പ്രതീക്ഷ, അഭിമാനം, ബഹുമാന വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് അവർകൾക്കും കട്ടയ്ക്ക് ടീമായി കൂടെ നിന്ന് കേന്ദ്ര അവാർഡ് ഒരുമിച്ച് നിന്ന് വാങ്ങിയ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രി ശ്രീ മുഹമ്മദ് അനീഷ് IAS, വ്യവസായ ഡയറക്ടർ KSIDC MD, PRD അഡീഷണൽ ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങളിൽ സ്തുത്യർഹമായ സേവനങ്ങൾ ചെയ്യുന്ന ശ്രീ ഹരികിഷോർ IAS തുടങ്ങിയവരെ ആദരിക്കുന്നതിന് കൂടിയ പൊതുയോഗം എന്നിവയിലും പങ്കെടുക്കുകയും മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും വൻ വിജയമാക്കി മാറ്റുകയും ചെയ്ത എല്ലാ വ്യവസായ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിക്കുന്നു. പ്രസ്തുത കോൺഫറൻസിൽ കൃത്യസമയത്തെത്തിയ കേരളത്തിലെ മനുഷ്യ മനസ്സുകളിൽ പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാത്ത രീതിയിലുള്ള സ്വാധീനം ചെലുത്തുന്ന മോട്ടിവേഷണൽ സ്പീക്കർ, ലോക സഞ്ചാരി, സഫാരി ചാനൽ ഉടമ, പറയാനുള്ളത് എവിടെയായാലും വ്യക്തമായി പറയുന്ന മലയാളിയുടെ അഭിമാനവും സ്വകാര്യ അഹങ്കാരവുമായ ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. KSSIയുടെ ക്ഷണം സ്വീകരിച്ച് ഡൽഹിയിൽ നടന്ന പ്രത്യേക പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്ത് സമ്മേളനത്തിനെത്തിയ വ്യവസായ മന്ത്രിയോടുള്ള ആത്മാർത്ഥമായ നന്ദിയും അറിയിക്കുന്നു. കേരളത്തിലെ ഏതൊരു വ്യവസായിയുടെ വിഷയങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ പരമാവധി വേഗതയിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്ന വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ് IAS, KSIDC MDയും PRD അഡീഷണൽ സെക്രട്ടറിയും വ്യവസായ ഡയറക്ടറുമായ ശ്രീ ഹരികിഷോർ IAS എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. KSSIയുടെ വളർച്ചയിൽ നെടും തൂണായി നിന്ന് നേതൃത്വത്തിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന മുൻ MLAയും മുൻ സംസ്ഥാന പ്രസിഡന്റും ആയിരുന്ന ശ്രീ VKC മുഹമ്മദ് കോയ അവർകളോടുള്ള നന്ദിയും അറിയിക്കുന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ ശ്രീ ഖാലിദ് ഹാപ്പിജാം, ശ്രീ KP രാമചന്ദ്രൻ നായർ, ശ്രീ ദാമോദർ അവനൂർ, അഡ്വക്കേറ്റ് ശ്യാമപ്രസാദ് തുടങ്ങിയവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. കഴിഞ്ഞ 2 വർഷം KSSIയുടെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുകയും അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെ പുതിയ തലങ്ങളിലേക്ക് വളർത്തുകയും ചെയ്ത സംസ്ഥാന ഗവൺമെന്റുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും വളരെ നല്ല ബന്ധം സ്ഥാപിക്കുകയും അത് വ്യവസായികളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് എളുപ്പമാകുന്നതിനു വേണ്ടി വളരെ വിപുലമായ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും 24/7 എന്ന രീതിയിൽ അസോസിയേഷന്റെയും വ്യവസായികളുടെയും ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന 2024 ഇലക്ഷനിലൂടെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ബഹുമാന്യനായ പ്രസിഡന്റ് ശ്രീ നിസാറുദ്ദീന് ഔപചാരികതയുടെ പേരിൽ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കോൺഫറൻസ് വിജയമാക്കാൻ കൂട്ടായി പ്രയത്നിച്ച പ്രോഗ്രാം കൺവീനർ ശ്രീ ജയകൃഷ്ണൻ, ജോയിന്റ് കൺവീനർ ശ്രീ അനസ്, ശ്രീ അനീസ് അഹമ്മദ് തുടങ്ങിയവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. മീറ്റിംഗിൽ ആദ്യാവസാനം പങ്കെടുക്കുകയും എല്ലാ കാര്യങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകി ഒപ്പം നിന്ന സംസ്ഥാന ഭാരവാഹികൾ, സീനിയർ നേതാക്കൾ, മാഗസിൻ എഡിറ്റർ സലീം സാർ തുടങ്ങിയവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. മീറ്റിംഗിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാവരോടും ഉള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. മീഡിയ കവറേജ് നൽകിയ മാധ്യമ പ്രവർത്തകർ, കരോക്കെ ഗാനമേള ടീം, അതോടൊപ്പം മനോഹരമായ വെന്യൂ നൽകിയ ഗോകുലം പാർക്ക് കൺവെൻഷൻ സെന്റർ മാനേജ്മെന്റ്, മിസ്റ്റർ ജിനോഷ്, സ്റ്റാഫ്, ഈവന്റ് ഭംഗിയാക്കിയ
ഈവന്റ് മാനേജ്മെന്റ് ടീം തുടങ്ങി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ലോകമെങ്ങും വ്യാവസായിക വിപ്ലവം നടക്കുകയും ഇന്ത്യയിലും വലിയ വ്യവസായ മുന്നേറ്റം നടക്കുകയും ചെയ്തപ്പോൾ കേരളം 28ാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ട അവസ്ഥ ഉണ്ടായതും അന്നത്തെ വ്യാവസായിക അന്തരീക്ഷം നമുക്കേവർക്കും അറിവുള്ളതുമാണ്. കേരളത്തിലെ ഭരണ നേതൃത്വം അവസരത്തിനൊത്ത് ഉയരുകയും നിലവിലുള്ള വ്യവസായികളെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തപ്പോൾ അവിശ്വസനീയമായ നേട്ടമാണ് കേരള വ്യവസായ ചരിത്രത്തിലുണ്ടായത്. ഒരു വ്യവസായി അയാൾ എത്ര കോടി മുടക്കുന്നവനായാലും ഒരു ദാസനെ പോലെ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥ മേലാളന്മാരുടെയും മുന്നിൽ ഒച്ചാനിച്ചു നിന്നിരുന്ന സമീപകാല ചരിത്രത്തിൽ നിന്ന് ഏതൊരു വ്യവസായിക്കും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അത് കേൾക്കുവാനും ഉള്ള അവസരം KSSIA-യിലൂടെ സാധ്യമായി. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2016-ൽ 22.8%, 2016-17-ൽ 26.9%, 17-18-ൽ 52.56%, 19-ൽ 85%, 2020-ലും 22-ലും 91%. 100% ഫീഡ്ബാക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ റാങ്ക് നിശ്ചയിക്കുന്നത്. സംരംഭക സമൂഹത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ഈ റാങ്കിങ്. ഇത് ഉപയോഗപ്പെടുത്തി എല്ലാ മേഖലകളിലും കൂടുതൽ നിക്ഷേപം ആകർഷിപ്പിക്കാൻ ഗവൺമെന്റ് പദ്ധതിയുണ്ട്. കേരളത്തിന് ഈസ് ഓഫ് ഡൂയിങ് റിഫോംസിൽ പ്രഥമ സ്ഥാനം ലഭിക്കുന്നതിന് വേണ്ടി വലിയ PR വർക്ക് ചെയ്തത് KSSIA ആണ്. ഗവൺമെന്റും വ്യവസായികളും തമ്മിലുള്ള അകൽച്ച കുറയ്ക്കുകയും വ്യവസായികൾക്ക് എപ്പോഴും സമീപിക്കാവുന്ന തരത്തിൽ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് മാറുകയും ചെയ്തു. അതൊരു യാഥാർത്ഥ്യവുമാണ്. 50 കോടി വരെ മുടക്കുള്ള വ്യവസായങ്ങൾക്ക് യാതൊരുവിധ ലൈസൻസുകളും എടുക്കാതെ അക്നോളജ്മെന്റ് എടുത്തുകൊണ്ട് തുടങ്ങാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 50 കോടിക്ക് മുകളിലുള്ള സംരംഭകർക്ക് കോമ്പോസിറ്റ് ലൈസൻസ് 7 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന നിയമവും പ്രാബല്യത്തിലുണ്ട്. സെൻട്രലൈസ്ഡ് ഇൻസ്പെക്ഷൻ സിസ്റ്റം കേസസ് നടപ്പിലാക്കി. ഇയർ ഓഫ് എന്റർപ്രൈസസിന്റെ ഒരു വർഷം 1 ലക്ഷം സംരംഭകർ എന്ന പദ്ധതിയിൽ 3 ലക്ഷത്തിലധികം പുതിയ സംരംഭകരും അതിലൂടെ 19,600 കോടി രൂപയുടെ പുതിയ നിക്ഷേപവും പുതിയതായി വന്നു. അതിലൂടെ 6 ലക്ഷം പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടായി. അതുകൂടാതെ നിലവിലുള്ള വ്യവസായികൾ 15,000 കോടിയുടെ പുതിയ നിക്ഷേപവും നടത്തുകയുണ്ടായി. അങ്ങനെ 34,600 കോടിയുടെ നിക്ഷേപം 3 വർഷം കൊണ്ടുണ്ടായി. വളരെ വിപുലമായ ഒരു ഡാറ്റാബേസ് ഉള്ള പ്രസ്ഥാനമാണ് വ്യവസായ മേഖലയിൽ KSSIA. KSEB, രജിസ്ട്രേഷൻ, LSTD, റവന്യൂ, നിയമം, പൊതുവിതരണ വകുപ്പ് തുടങ്ങി ഒട്ടേറെ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണത്തോടെയാണ് പ്രഥമ സ്ഥാനത്തെത്താൻ നമുക്കായത്. അത് ലോകത്തെ ആകെ അറിയിക്കുക എന്നുള്ളത് നിലവിലുള്ള വ്യവസായികളുടെയും KSSIA-യുടെയും കർത്തവ്യമാണ്. ബാങ്കുകളുടെ CD റേഷ്യോ മുൻ വർഷങ്ങളെക്കാൾ വളരെ കൂടിയിട്ടുണ്ട്. അത് കാണിക്കുന്നത് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷം മനസ്സിലാക്കി ബാങ്കുകൾ കൂടുതൽ ലോണുകൾ കൊടുക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. 65% CD റേഷ്യോ ഇപ്പോൾ 75% മുകളിലായി. SLBC കൺവീനറായ കാനറ ബാങ്കിന്റെ CD റേഷ്യോ 100%-ലെത്തിയതും സൗഹൃദ അന്തരീക്ഷത്തിന്റെ പ്രതിഫലനമാണ്. MSME മേഖലയിൽ കൊടുത്ത 48,000 കോടിയിൽ നിന്നും കഴിഞ്ഞ വർഷം അത് 96,000 കോടിയിലേക്ക് എത്തി. എന്നാലും വളരെ ചെറിയ വ്യവസായങ്ങൾക്ക് ലോൺ കിട്ടാൻ ഇപ്പോഴും കടമ്പകൾ ഒത്തിരിയാണ്. SLBC-യിലും DLRC-യിലും KSSIA ഇക്കാര്യങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടേയിരിക്കണം. ഒരു വ്യവസായിക്ക് സമയബന്ധിതമായി ലൈസൻസ് ലഭിക്കുന്നതിനുള്ള വിലങ്ങുതടിയായിരുന്ന 7 ആക്ടുകളും 10 ചട്ടങ്ങളും ഭേദഗതി ചെയ്തു. എല്ലാ ലൈസൻസുകളും സമയബന്ധിതമായി തന്നെ ഒരു ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഏകജാലക സംവിധാനം നടപ്പിലാക്കി. ലൈസൻസിന് അപേക്ഷിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അനുമതി,
60 വർഷത്തിലധികം പഴക്കമുള്ള വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള എസ്റ്റേറ്റുകളിലെ ലാൻഡ് അലോട്ട്മെന്റ് പോളിസിയിൽ ശാശ്വത പരിഹാരം. കിൻഫ്ര, KSIDC എന്നീ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള എസ്റ്റേറ്റുകളിലെ പരിഷ്കരിച്ച ലാൻഡ് അലോട്ട്മെന്റ് പോളിസി ഉത്തരവ് സ്വകാര്യ വ്യവസായ പാർക്കും കാമ്പസ് വ്യവസായ പാർക്കും സ്ഥാപിക്കുന്നതിനുള്ള അനുമതി, ലൈസൻസുകളുടെ കാലാവധി 5 വർഷമാക്കൽ, വ്യവസായ എസ്റ്റേറ്റിൽ വ്യവസായ കെട്ടിടങ്ങൾ സ്ഥാപിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അനുമതി ഒഴിവാക്കൽ, ഏതെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിന് സ്റ്റോപ്പ് മെമ്മോ നൽകുന്നതിനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കുള്ള അധികാരം റദ്ദാക്കൽ, സംരംഭകരുടെ പരാതികളിൽ പ്രശ്നപരിഹാര സമിതികൾ, വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള അധികാരം നൽകിക്കൊണ്ടുള്ള സമിതികൾ, വ്യവസായ എസ്റ്റേറ്റുകളെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിന്റെ അധികാര പരിധിയിൽപ്പെടുത്തി നോട്ടിഫൈഡ് ഏരിയകളായി പ്രഖ്യാപിക്കൽ, എസ്റ്റേറ്റുകളിലെ സംരംഭകരുടെ കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിരിക്കുന്ന വസ്തു നികുതിയിൽ നിന്നും ഒഴിവാക്കൽ, സംരംഭകർക്കുള്ള പരിരക്ഷ നൽകുന്നതിനുള്ള ഇൻഷുറൻസ് പദ്ധതി, മൈക്രോ സ്മോൾ എന്റർപ്രൈസസ് ഫെസിലിറ്റേഷൻ കൗൺസിലിൽ വരുന്ന പരാതികളുടെ ആധിക്യം പരിഹരിക്കാൻ 3 സോണൽ ബെഞ്ച് സ്ഥാപിക്കൽ, KSIDC മിഷൻ 1000 മുഖാന്തരം വനിതാ സംരംഭകർക്കുള്ള വായ്പ പദ്ധതി 25 ലക്ഷത്തിൽ നിന്നും 50 ലക്ഷമായി വർദ്ധിപ്പിക്കൽ, ചെറുകിട വ്യവസായികൾ നേരിടുന്ന പ്രവർത്തന മൂലധന സബ്സിഡി കാലതാമസം ഒഴിവാക്കാൻ ട്രേഡ് റിസീവബിൾ ഇലക്ട്രോണിക് ഡിസ്കൗണ്ട് സിസ്റ്റം ട്രെഡ്സ് പദ്ധതി, വൈദ്യുതി കുടിശ്ശികകൾക്ക് മിതമായ പലിശ നിരക്കിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി, 2022 ഒക്ടോബറിന് മുമ്പ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന തടിമില്ലുകൾക്ക് ലൈസൻസ് നൽകുന്നതിനുള്ള അനുമതി, 4 വർഷം കൊണ്ട് നിലവിലുള്ള 1000 MSMEകളെ ശരാശരി 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളായി ഉയർത്താൻ മിഷൻ 1000 പദ്ധതി തുടങ്ങി വ്യവസായ മേഖലയുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് അടിത്തറയിട്ട് കൊണ്ടുള്ള സർക്കാരും വ്യവസായ വകുപ്പും ഈ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ റാങ്കിംഗ് ഉയർത്താൻ സഹായകരമായിട്ടുണ്ട്. കേരളത്തിൽ നിലവിലുള്ള വ്യവസായ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും നിക്ഷേപകരെയും സംരംഭകരെയും ആകർഷിക്കുന്നതിനും വ്യവസായം സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിനും വ്യവസായ സൗഹൃദ സംസ്ഥാനമായി ലോകത്തെ പരിചയപ്പെടുത്തുന്ന ഒരു സംസ്ഥാനമായതാണ് ഏറ്റവും വലിയ നേട്ടം. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, നിലവിൽ 10,000-ലധികം മെമ്പർമാരും 14 സെക്ടർ സംഘടനകളും അംഗങ്ങളായിട്ടുള്ള KSSIAയിൽ കേരളത്തിലെ മുഴുവൻ വ്യവസായികളെയും KSSIAയിലും KSSFലും അംഗങ്ങളായി ചേർക്കാനായി നമുക്കൊരുമിച്ച് ഒന്നായി പ്രവർത്തിക്കാം. ഫസിലുദ്ദീൻ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ്, KSSIA, ചെയർമാൻ, 64th സ്റ്റേറ്റ് കോൺഫറൻസ്. നന്ദി, നമസ്കാരം. KSSIയുടെ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അന്നേരം നമ്മുടെ മുഖ്യാതിഥി സന്തോഷ് ജോർജ് ഉളങ്ങർ സാർ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സംഘടന 1961 ജൂലൈ 27 ആരംഭിച്ച സംഘടന 63 വർഷം പിന്നിട്ട് 64 വർഷത്തിലേക്ക് കടക്കുകയാണ്. അതെ, നമ്മുടെ ലോകസഞ്ചാരി സവാരി ചാനൽ ഹെഡൊക്കെയായ സന്തോഷ് സാറ് നമ്മുടെ വ്യവസായികൾ കേരളത്തിലെ 4 ലക്ഷത്തോളം വരുന്ന MSME സെക്ടറിലെ മാനുഫാക്ചറിങ് മേഖലയെ മാത്രം പ്രതികരിക്കുന്ന ഒരു അസോസിയേഷനാണ്.
അത് യൂണിറ്റിനാണ് മെമ്പർഷിപ്പ്, വ്യക്തികൾക്കല്ല. അതിൻ്റെ പ്രൊപ്പറേറ്ററോ മാനേജിങ് ഡയറക്ടറോ മാനേജിങ് പാർട്ണറോ ആയിട്ടുള്ള ഇവർക്ക് മാത്രമാണ് അതിൽ നമുക്ക് സംഘടനയ്ക്ക് വേണ്ടി പ്രദാനം ചെയ്യുന്നത്. ഉള്ളി യൂണിറ്റ് ബേസ് ആയതുകൊണ്ട് കേരളത്തിൻ്റെ MSME മേഖലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടി വ്യവസായ വകുപ്പിൻ്റെ നോഡൽ ഏജൻസിയായിട്ട് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കേരളത്തിൽ ഈ മേഖലയിൽ 35 ഗവൺമെൻറ് കമ്മിറ്റികളിലും റെയിൽവേ ഉൾപ്പെടെ 36 കമ്മിറ്റികളിൽ KSSIക്ക് പ്രാതിനിധ്യമുണ്ട്. 2 ജില്ലാ കമ്മിറ്റികൾക്ക് 17ഓളം ജില്ലാ കമ്മിറ്റികൾക്ക് പ്രാതിനിധ്യമുണ്ട്. 1971 മുതൽ ജില്ലാ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡ് നൽകുന്ന കേരളത്തിലെ ഏക സംഘടനയാണ് ദി കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ. 1970 ശേഷം ദി കേരള എന്നത് ആർക്കും നൽകുന്നില്ല. ഞങ്ങൾക്കാണ് അത് കിട്ടിയിരിക്കുന്നത്, ദ കേരള സ്റ്റേറ്റ് സ്മാൾ ഇൻഡസ്ട്രി അസോസിയേഷൻ എന്നുള്ളത്. മുൻകാലങ്ങളിൽ സിക്കോ, പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, KFC ഉൾപ്പെടെ ബോർഡ് മെമ്പർ സ്ഥാനങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അത് തിരിച്ചും ഒരു MLAക്ക് തുല്യമായ പദവിയായിരുന്നു മുൻകാലങ്ങളിൽ. അതേ ഒരു സ്റ്റാറ്റസാണ് ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. മാറുന്ന ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയുന്ന സർക്കാർ MSME സെക്ടറാണ് കേരളത്തിൽ അനിവാര്യമെന്നും കേരളത്തെ മൊത്തം ഭൂപ്രതി ഇന്ത്യയുടെ 1.7 ഉള്ളെങ്കിൽ കേരളത്തിലെ മൊത്തം ഭൂപ്രതി 36,000 സ്ക്വയർ ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ അതിൽ 5% വരുന്ന ഭൂമിയിലാണ് നമ്മൾ താമസിക്കുന്നതും 3.5 കോടി ജനങ്ങൾ താമസിക്കുന്നതും ഈ വ്യവസായങ്ങൾ നടക്കുന്നത്. എന്നാൽ അതിൽ ഈ കേരളത്തിൽ നമ്മൾ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും ഉന്നത നേടിയിട്ടുണ്ടെങ്കിൽ പോലെ തന്നെ ഇപ്പം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഭാഗമായിട്ട് സൗഹൃദ റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്ത് എത്തുന്നതിന് മുഖ്യമായ പങ്കുവഹിച്ച KSSI ആണ്. അത് MSME സർവേയിലും അത് മന്ത്രിയും വ്യവസായവും എല്ലാം അംഗീകരിച്ചാണ്. തീർച്ചയായിട്ടും ഈ സംഘടനയിലേക്ക് അങ്ങയുടെ വിലയേറിയ ആ ഒരു പ്രഭാഷണത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ 14 ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ കാത്തിരിക്കുന്നത്. അങ്ങയുടെ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ഈ സംഘടനയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയിരിക്കുന്ന ചെറിയ വലിയ സംരംഭങ്ങളുടെ സാരഥികളെ, എല്ലാവർക്കും നമസ്കാരം. വന്ന് കയറിയ ഉടനെ തന്നെ പ്രസംഗിക്കേണ്ടി വരും എന്ന് ഞാൻ കരുതിയില്ല. 1-2 പ്രസംഗമൊക്കെ കേട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചുകൂടെ മനസ്സിലാക്കിയതിന് ശേഷം 4 വാക്കുകൾ പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സംഘടനയുടെ മറ്റ് കാര്യങ്ങളൊന്നും പൊതുവായി എനിക്കറിയുന്നതിലപ്പുറമുള്ള അറിവോടുകൂടിയല്ല ഞാനിവിടെ നിൽക്കുന്നത്. എങ്കിലും ഞാനും നിങ്ങളുടെ കൂടെയുള്ള ഒരു അംഗമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നയാളാകാൻ 100-200 പേർക്ക് തൊഴിൽ കൊടുക്കുകയും ഒരു ചെറിയ വ്യവസായം നടത്തുകയും ചെയ്യുന്ന ആളെന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബ യോഗം തന്നെയാണ്. പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്ന് മാത്രം. 41 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ലേബർ ഇന്ത്യ എന്ന വിദ്യാഭ്യാസ പ്രസിദ്ധീകരണ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. സഫാരി ചാനലിൻ്റെയോ ലോകയാത്ര നടത്തുന്ന ഒരു സഞ്ചാരം എന്ന പരിപാടിയുടെ ഒരു നിർമ്മാതാവ് എന്ന നിലയിലോ അല്ല ഞാനിപ്പോൾ സംസാരിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു സംരംഭം, ഒരു വ്യവസായം നടത്തിക്കൊണ്ടു പോകാൻ വേണ്ട എല്ലാ പ്രതിസന്ധികളും സാധ്യതകളും ഒക്കെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരാളെന്ന നിലയിൽ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ 41 വർഷത്തിനിടയിൽ ലേബർ ഇന്ത്യ കടന്നു വന്ന പ്രതിസന്ധികൾ, അതിനെ മറികടന്ന രീതികൾ, അതിനുണ്ടായ നേട്ടങ്ങൾ, തളർച്ചകൾ, തകർച്ചകൾ, ഇതൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നത് വരെ അനുഭവിച്ചിട്ടുണ്ടാവാനിടയുള്ള എല്ലാ പ്രതിസന്ധികളും എനിക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അത് ഈ സംഘടനയുടെ അല്ലെങ്കിൽ ഈ പ്രവർത്തന സമൂഹത്തിൻ്റെ ഭാഗമല്ലാതെ പുറത്തുനിന്ന് വന്ന ഒരാൾ
ഇവിടെ പ്രസംഗിക്കുമ്പോൾ അവർക്കത് എത്ര കണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നെനിക്കറിയില്ല. മരങ്ങാട്ടുള്ളി എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ എൻ്റെ പിതാവാണ് 1983 ലേബർ ഇന്ത്യ എന്ന ഒരു ചെറിയ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അന്ന് അദ്ദേഹം അതിനു മുമ്പ് തന്നെ ആരംഭിച്ച ഒരു ചെറിയ പ്രസ് ഉണ്ടായിരുന്നു. ആർട്സ് പ്രിൻറ്റേഴ്സ് എന്നായിരുന്നു ആ പ്രസ്സിൻ്റെ പേര്. അതൊരു ട്രെഡിൽ പ്രസ്സായിരുന്നു. ട്രെഡിൽ പ്രസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കാം, കൈകൊണ്ട് പേപ്പർ എടുത്ത് മെഷീനകത്തേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മെഷീൻ്റെ 2 ഭാഗങ്ങൾ വന്ന് അടയും. തുറന്നു കഴിയുമ്പോൾ അത് അച്ച് പതിഞ്ഞിട്ടുണ്ടാവും. അത് വീണ്ടും എടുത്ത് മാറ്റി വെക്കുക, അടുത്ത ഷീറ്റ് എടുത്ത് വെക്കുക. ഇങ്ങനെ ഓരോരോ ഷീറ്റ് എടുത്ത് അകത്ത് ഫീഡ് ചെയ്ത് കൈകൊണ്ടെടുത്ത് മാറ്റി അച്ചടിക്കുകയും അതടിച്ചു കഴിഞ്ഞാൽ അത് മറിച്ച് വെച്ചിട്ട് അതിൻ്റെ മറുവശത്ത് പ്രിൻ്റ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രസ്സിൽ നിന്നാണ് ലേബർ ഇന്ത്യ എന്ന പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ഈ പ്രസിദ്ധീകരണം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ പ്രസ് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ഇറക്റ്റ് ചെയ്ത് അതിൽ ട്രയൽ നടത്തുമ്പോഴും ഒക്കെ ക്ലാസ് വിട്ടുവരുന്ന സമയങ്ങളിൽ മുഴുവൻ ഞാനിതിൻ്റെ ചുവട്ടിലുണ്ട്. പിന്നീട് ഈ പ്രസ് കുറച്ചുകൂടെ വിപുലീകരിച്ചു, പല രീതിയിൽ ഘട്ടം ഘട്ടമായി വളർന്നപ്പോഴൊക്കെ എൻ്റെ പിതാവിനേക്കാൾ ഈ ടെക്നോളജിയിലെ ഓരോ മാറ്റവും നിരീക്ഷിക്കുകയും ഒപ്പം നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. അതിലെനിക്കുള്ള താല്പര്യം മനസ്സിലാക്കിയിട്ട് 23 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പിതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരു സ്കൂൾ ആരംഭിക്കാൻ പോവാണ്, അതുകൊണ്ട് ഇനി മുതൽ പ്രസിദ്ധീകരണത്തിൻ്റെ ചുമതല നിന്നെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ 23ാമത്തെ വയസ്സിൽ ലേബർ ഇന്ത്യ പ്രസിദ്ധീകരണങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേൽക്കുകയും പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇന്നും പ്രസിദ്ധീകരണം നടത്തുകയും ചെയ്യുന്നു. അപ്പം ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ലോകസഞ്ചാരി അല്ലെങ്കിൽ സഫാരി TV-യുടെ ഉടമ എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറം അതിൻ്റെയും പിന്നിൽ എൻ്റെ അനുഭവം, എൻ്റെ പ്രവർത്തന മികവ് എന്നൊക്കെ പറയുന്നത് ഈ പ്രസിദ്ധീകരണം അച്ചടിച്ച് പുറത്തിറക്കിയ ഒരാൾ എന്ന നിലയിലാണ്. അങ്ങനെ നടത്തുമ്പോൾ പല പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഞാനും കടന്നു പോയിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കാണുമ്പോൾ ഞാൻ നിങ്ങളെപ്പോലുള്ള എന്നേക്കാളേറെ ഇത്തരം പ്രതിസന്ധികളെ അല്ലെങ്കിൽ സാധ്യതകളെയൊക്കെ മുന്നിൽ കണ്ട് മുന്നോട്ട് വന്ന നിങ്ങളോരോരുത്തരോടും എങ്ങനെയാണ് ഒരു ബിസിനസ് സംരംഭം വിജയമാകേണ്ടത്, പ്രതിസന്ധികളിൽ തളരാതെ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത്, പുതിയ സാധ്യതകളിലേക്ക് എങ്ങനെയാണ് വളരേണ്ടത് എന്നൊന്നും അധികം ഉപദേശങ്ങൾ നൽകാനോ ബോധവൽക്കരിക്കാനോ ശ്രമിക്കുന്നില്ല. പക്ഷേ നമുക്കറിയാം, ഇന്ന് കാലം ഏറെ മാറിയിരിക്കുന്നു. 1983 ലേബർ ഇന്ത്യ പ്രസിദ്ധീകരണം ആരംഭിച്ച കാലത്തല്ല ഇന്ന് പ്രസിദ്ധീകരണങ്ങളുടെ സ്വഭാവം. ടെക്നോളജി ഏറെ മാറിയിരിക്കുന്നു. അച്ചടി മാധ്യമം ഏതാണ്ട് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, പ്രസിദ്ധീകരണങ്ങളുടെ അവസാന ലാപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ടെക്നോളജിയെ നിരന്തരം പുൽകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ ഇനിയുള്ള കാലത്ത് നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ക്രമേണ എൻ്റെ പ്രവർത്തന മേഖല വിപുലീകരിച്ചു തുടങ്ങിയത്, മറ്റു ചില മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു തുടങ്ങിയത്. എൻ്റെ സ്വപ്നം ഒരു പ്രസിദ്ധീകരണശാല നടത്തുക മാത്രമായിരുന്നില്ല. പ്രസിദ്ധീകരണം, മാധ്യമപ്രവർത്തനം എന്നും ഇഷ്ടമായിരുന്നതുകൊണ്ട് തന്നെ പ്രസിദ്ധീകരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു എന്നതല്ലാതെ എൻ്റെ എക്കാലത്തെ ഈ സ്വപ്നം ടെലിവിഷൻ തന്നെയായിരുന്നു, അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചുമതല വഹിക്കുമ്പോൾ തന്നെ ടെലിവിഷനിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, ലോകയാത്രകൾ ആരംഭിച്ചു. ആ ലോകയാത്രകളുടെ അനുഭവങ്ങൾ ടെലിവിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിലൂടെ ഏതാണ്ട് 150 രാജ്യങ്ങളെ വിശദമായി പഠിച്ച് സഞ്ചരിച്ച് അത് ടെലിവിഷനിൽ കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അത് പിന്നീട് ഒരു ടെലിവിഷൻ ചാനലായി മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് ലേബർ ഇന്ത്യയെ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ, അച്ചടി മാധ്യമങ്ങൾ, ഏത് മേഖലയിലുള്ള അച്ചടി മാധ്യമങ്ങൾ വലിയ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ പുതിയ തലമുറ, നിങ്ങളുടെയൊക്കെ മക്കൾ എത്ര പേര് ദിവസം തോറും പത്രം വായിക്കുന്നവരായിട്ടുണ്ടെന്ന് പോലും നിങ്ങൾക്കറിയാം. ടെലിവിഷൻ എന്ന ഉപകരണം വീട്ടിൽ വെച്ച് സാറ്റലൈറ്റിലൂടെ വരുന്ന, സാറ്റലൈറ്റിൽ നിന്ന് അയക്കുന്ന, സംപ്രേഷണം ചെയ്യുന്ന സിഗ്നലുകൾ സ്വീകരിച്ച് കേബിളുകളിലൂടെ അല്ലെങ്കിൽ DTH-ലൂടെ വീട്ടിലെത്തി വീട്ടിലെ ടെലിവിഷനിലേക്ക് വരുന്ന സിഗ്നലുകൾ അത് കാണുന്ന ആളുകളുടെ എണ്ണം പോലും വളരെ കുറവാണ്.
ഒരു നിശ്ചിത പ്രായത്തിന് മുകളിലുള്ള ആളുകൾ ആ ശീലം പോലെ ഇത് കാണുന്നതല്ലാതെ ബഹുഭൂരിപക്ഷം യുവാക്കളും ഇന്ന് ദൃശ്യ പരിപാടികൾ പോലും കാണുന്നത് ഈ യന്ത്രത്തിലൂടെയാണ്, മൊബൈൽ ഫോണിലൂടെയാണ്. ഈ മൊബൈൽ ഫോണിലൂടെയാണ് വായനയും എഴുത്തും സാഹിത്യ പ്രകാശനവും ആസ്വാദനവും എല്ലാം ഇന്ന് നടക്കും. എന്തിനേറെ ക്ലാസ്സുകൾ പോലും പാഠ്യഭാഗങ്ങൾ പോലും പഠിപ്പിക്കപ്പെടുന്നത്, ട്യൂഷൻ നടക്കുന്നത് എല്ലാം ഈ എക്യുപ്മെൻറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ മീഡിയ എന്നത്, അല്ലെങ്കിൽ മറ്റു പല ഇൻഡസ്ട്രികളും, ട്രാവൽ ഇൻഡസ്ട്രിക്ക് വേണ്ട അനുബന്ധമായ സൗകര്യങ്ങൾ, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിക്ക് വേണ്ടത്, ദൃശ്യമാധ്യമങ്ങൾക്ക് വേണ്ടത് എല്ലാം മിക്കവാറും മൊബൈൽ ഫോൺ എന്ന ഒരു ചെറിയ ഉപകരണത്തിലേക്ക് മാറിക്കഴിഞ്ഞു. നമ്മൾ ഓരോ ഘട്ടവും ടെക്നോളജി ഇങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് അതിൻ്റെ അവസാന സ്ഥലം എന്ന്. ഈ മൊബൈൽ ഫോണിൻ്റെ പുതിയ വേർഷനുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആപ്പിളിൻ്റെ 15ാമത്തെ വേർഷൻ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ 16ാമത്തെ വേർഷൻ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇനി 16, 17, 18, 19, 20 ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു അടുത്ത വളർച്ച എന്ന്. അല്ല, നമുക്കറിയാം ഇലോൺ മസ്ക് എന്ന് പറയുന്ന മറ്റൊരു ഭ്രാന്തൻ പുതിയ ടെക്നോളജികൾ ഇപ്പോൾ വളർത്തിയെടുത്തു കഴിഞ്ഞു. അതായത് മൊബൈൽ ഫോൺ എന്ന ഉപകരണം തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. എന്താണ് മൊബൈൽ ഫോൺ? നമുക്കറിയാം ഈ മൊബൈൽ ഫോൺ നമ്മളുടെ കയ്യിൽ നമ്മൾ പിടിച്ച് അതിൻ്റെ സ്ക്രീനിൽ കാണുകയും അതിൻ്റെ സ്പീക്കറിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്ന ദൃശ്യവും ശബ്ദവും നമ്മൾ ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെ കണ്ണും ചെവിയുമാണ് അതിന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നു, അതോടൊപ്പം വരുന്ന ശബ്ദം നമ്മൾ ചെവിയിലൂടെ കേൾക്കുന്നു. ഇലോൺ മസ്ക് ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. ഇത് നമുക്കറിയാം, ഒരു സ്ക്രീനിൽ നിന്ന് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ നമ്മുടെ കണ്ണുകൾ അത് സ്വീകരിച്ച് നമ്മുടെ തലച്ചോറിലേക്ക് എത്തിക്കഴിഞ്ഞ് തലച്ചോറ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇന്നതാണെന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോഴാണ് അത് ഇന്ന ദൃശ്യമാണെന്ന് മനസ്സിലാകുന്നത്. നമ്മളിതിനകത്ത് മമ്മൂട്ടിയുടെ ഒരു സിനിമ കാണുമ്പോൾ അത് മമ്മൂട്ടിയാണെന്നും മമ്മൂട്ടിയുടെ കഥാപാത്രം ഇതാണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ആസ്വദിക്കുന്നത് നമ്മുടെ തലച്ചോറ് നമ്മളോട് ഇത് ആണ് എന്ന് പറയുമ്പോഴാണ്. ശബ്ദം കേൾക്കുമ്പോൾ അത് മമ്മൂട്ടിയുടെ ശബ്ദമാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ ചെവിയല്ല തീരുമാനിക്കുന്നത്, നമ്മുടെ തലച്ചോറാണ്. അപ്പോൾ അതായത് നമ്മുടെ തലച്ചോറാണ് ഒരു ദൃശ്യത്തെയും ഒരു ശബ്ദത്തെയും നമുക്ക് ആസ്വാദ്യമാക്കി തീർക്കുന്നതെങ്കിൽ ഇലോൺ മസ്കിൻ്റെ പുതിയ കമ്പനി ചിന്തിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ ഈ സാധനം എന്തിനാണ്? ഈ വിവരങ്ങൾ നേരിട്ട് തലച്ചോറിലേക്ക് കൊടുത്താൽ പോരെ. അതിനുവേണ്ടി പുതിയ സംവിധാനങ്ങൾ അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലേക്ക് ഒരു ചെറിയ ചിപ്പ്, ചെറുതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഏറ്റവും നേർത്ത ഒരു ഇഞ്ചക്ഷൻ സൂചി കൊണ്ട്, സിറിഞ്ച് കൊണ്ട് പ്ലേസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു നേർത്ത ഒരു ചിപ്പ് തലച്ചോറിൽ ഘടിപ്പിക്കുന്നതോടുകൂടി ഈ ഉപകരണത്തിൻ്റെ ആവശ്യമില്ലാതാവുന്നു. ഒരന്ധനും ചെവി കേൾക്കാത്ത ആൾക്കും പോലും ഇതെല്ലാം ആസ്വദിക്കാൻ കഴിയുന്നു. ഇൻ്റർനെറ്റിലൂടെ കിട്ടുന്ന റിസീവ് ചെയ്യുന്ന സിഗ്നലുകൾ നമ്മുടെ മൊബൈൽ ഫോൺ സ്വീകരിച്ചിട്ട് ദൃശ്യങ്ങളായി കാണിക്കുന്നതിന് പകരം നമ്മൾ കണ്ണടച്ചിരുന്ന് ശരി മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥയുടെ 3ാമത്തെ സീൻ എന്ന് കണ്ണടച്ച് മനസ്സിൽ ആലോചിക്കുമ്പോൾ ആ സീൻ നമ്മളുടെ തലച്ചോറ് അല്ലെങ്കിൽ ഈ ചിപ്പ് റിസീവ് ചെയ്ത് നമ്മളെ പ്ലേ ചെയ്ത് കാണിച്ചു തുടങ്ങുന്നു. നമ്മളത് ആസ്വദിക്കുന്നു. അത് ഇച്ചിരി സ്പീഡിൽ പോകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നു. അതായത് ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ അടുത്ത 5 or 10 കൊല്ലം കഴിയുമ്പോൾ പണ്ട് മക്കളോടും കൊച്ചുമക്കളോടും പറയേണ്ടി വരും, ഞങ്ങളുടെയൊക്കെ യൗവനകാലത്ത് അല്ലെങ്കിൽ 50-60 വയസ്സിലൊക്കെ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞൊരു സാധനമാണ്. നിങ്ങളെപ്പോലെ കണ്ണടച്ച് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു സാധനം കാണാൻ പറ്റുന്ന ഒരു ടെക്നോളജി അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾക്ക് 5-10 വർഷം കഴിയുമ്പോൾ പറയാൻ പറ്റും. ഞാനിത് പറയുന്നത് ടെക്നോളജി എത്ര വേഗത്തിൽ മാറുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആളുകളാണ് ആ ടെക്നോളജിക്ക് സപ്പോർട്ട് ചെയ്യുന്ന സംരംഭങ്ങൾ, വ്യവസായങ്ങൾ രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയെന്ന് ചിന്തിച്ചു തുടങ്ങുന്നത്. കാലത്തിന് മുമ്പേ ഇത്തരത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ലോകത്തെ ഭരിച്ച വ്യവസായികളായി മാറിയത്. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാറുണ്ട്. രാഷ്ട്രസേവനം ആണ് രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്ന നിരവധി ആളുകളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തൊക്കെ രാഷ്ട്രീയക്കാർ പൊതുജനങ്ങൾക്ക് വേണ്ടി, പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി, അവരുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടിയാണ് പൊതുജനം അവരെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, അവരുടെ രാഷ്ട്രത്തലവന്മാർ, അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ,
ഒക്കെ നടക്കുമ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക? പലപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ജോ ബൈഡനുമായിട്ട് മീറ്റിങ്ങുകൾ നടത്തുന്നു. അദ്ദേഹം ചിലപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി അവിടേക്ക് പോകുന്നു, ഡിസ്കഷൻസ് നടത്തുന്നു. നമ്മുടെ രാഷ്ട്രത്തിന് നിരവധി ആവശ്യങ്ങൾ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. എന്നാൽ തിരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങോട്ട് എന്തായിരിക്കും ആവശ്യപ്പെടുക? ഇന്ത്യയിൽ നിന്ന് എന്ത് വേണമെന്നായിരിക്കും ആവശ്യപ്പെടുക? പലപ്പോഴും നമ്മളത് അറിയാറില്ല, അല്ലേ? അദ്ദേഹം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ടാവുക അമേരിക്കയിലെ ഏറ്റവും പുതിയ ടെക്നോളജി, ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ, ഏറ്റവും പുതിയ കമ്പനികൾ, ഇവയ്ക്ക് ഇന്ത്യ പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റിലേക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രവേശനം കൊടുക്കണം, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പരമാവധി വിൽക്കാനുള്ള വാതിലുകൾ തുറന്നു കൊടുക്കണം എന്നതായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം അമേരിക്ക പോലുള്ളൊരു രാഷ്ട്രം, അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ ഇൻഡസ്ട്രി എങ്ങനെ ലോകം കീഴടക്കുന്നവരായി മാറുമെന്നാണ്. അമേരിക്ക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയായി ഇന്നും പുലരുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അതായത് നിങ്ങളും ഞാനും ഒരു ദിവസവും അമേരിക്കയുടെ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കാതെ ജീവിക്കുന്നില്ല. എന്നാൽ അമേരിക്കക്കാർക്ക് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളില്ലാതെ, നിങ്ങളോ ഞാനോ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നവും ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയും. ചൈനയ്ക്ക് പലപ്പോഴും ഇന്ത്യ ഉണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇല്ലാതെ ജീവിക്കാൻ കഴിയും. എന്നാൽ പല ഇന്ത്യക്കാർക്കും ചൈന ഉണ്ടാക്കുന്ന പല ഉൽപ്പന്നങ്ങളും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പല മൊബൈൽ ഫോൺ, ഐഫോൺ പോലും ചൈനയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ലോകത്തിൻ്റെ ശക്തിയായി ഒരു രാഷ്ട്രം മാറുന്നത് അവിടെയുള്ള മിസൈലുകളുടെ കണക്കല്ല, അവിടെയുള്ള ആറ്റം ബോംബിൻ്റെ കണക്കല്ല, മനുഷ്യർക്ക്, ലോക സമൂഹത്തിന് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇന്ന് നോക്കൂ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഗൂഗിള്, നിങ്ങൾ ഉപയോഗിക്കുന്ന യൂട്യൂബ്, നിങ്ങൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ്, നിങ്ങളുടെ നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന, നിങ്ങളുടെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഇതെല്ലാം നിങ്ങൾ ഇവിടുത്തെ ഏതെങ്കിലും ദിനപത്രം വായിച്ചിട്ടല്ല തീരുമാനങ്ങൾ എത്തുന്നത്. പകരം ഇലോൺ മസ്കിൻ്റെയോ സക്കർബർഗിൻ്റെയോ ഒക്കെ, ടിം കുക്കിൻ്റെയോ ഒക്കെ മാധ്യമത്തിലൂടെ, അവരുടെ പ്രോഡക്റ്റിലൂടെയാണ് നമ്മൾ ആശയം രൂപീകരിക്കുന്നത്. ഇവിടെ നമ്മൾ അമേരിക്കയെ പ്രതിരോധിക്കാൻ എന്ത് ശ്രമിച്ചാലും അവരുടെ ഉപകരണങ്ങളും അവരുടെ മാധ്യമങ്ങളിലൂടെയും ജീവിക്കുന്ന ദൈനംദിന ഓരോ നിമിഷവും കടന്നു പോകും നമുക്ക് എത്ര കണ്ടത് സാധ്യമാണ്. ഇവിടെയാണ് വ്യവസായങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റെ നിർണായക ശക്തികളായി മാറുന്നതായി നമ്മൾ കാണുന്നത്. അമേരിക്കൻ ഭരണകൂടമല്ല നമ്മളെ സ്വാധീനിക്കുന്നത്, പകരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞു. അപ്പം നിങ്ങളെപ്പോലുള്ള സംരംഭകരുമായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്, നിങ്ങളുണ്ടാക്കുന്ന ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ പരിമിതമായ ഒരു മേഖലയിൽ കുറച്ചാളുകൾക്കടുത്ത് വിറ്റ് കാശുണ്ടാക്കി, ലോണടച്ച്, മക്കളെ കല്യാണം കഴിപ്പിച്ച്, നല്ലൊരു ബംഗ്ലാവും വെച്ച്, ഏറ്റവും വില കൂടിയ കാറും വാങ്ങി ജീവിതം ശിഷ്ടകാലം സുഖമായി ജീവിക്കേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ചല്ല, നാളെ ലോകത്തെ സ്വാധീനിക്കുന്ന ഒരു ഉൽപ്പന്നം രൂപീകരിക്കാൻ നമുക്ക് എങ്ങനെ കഴിയുമെന്നാണ്. ലോകത്തെ സ്വാധീനിക്കുന്ന, ജനസമൂഹങ്ങളെ സ്വാധീനിക്കുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ ഈ രാഷ്ട്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 10 കൊല്ലം മുമ്പ് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, അല്ലെ പട്ടണത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ, അവിടേക്ക് ഒരു വീട്ടിലേക്ക് പെട്ടെന്നൊരു നിമിഷം ഒരു അതിഥി കയറി വന്നാൽ കുടുംബസ്ഥ വീട്ടുകാരി നേരെ അടുക്കളയിലേക്ക് ഓടുക, പലഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം ആരംഭിക്കുക, കുടുംബനാഥൻ അതിഥികളുമായിട്ട് സംസാരിച്ചിരിക്കുക, ഇതായിരുന്നു ശീലം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ഏത് നിമിഷം ഒരു അതിഥി കയറി വന്നാൽ, അല്ലെങ്കിൽ ഒരു ദിവസം നമുക്കൊന്ന് വിശ്രമിക്കണമെന്ന് നമ്മുടെ വീട്ടുകാരിക്ക് തോന്നിയാൽ, മൊബൈൽ ഫോൺ എടുക്കുക, സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ എടുക്കുക, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവം കിട്ടുന്ന റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ഇഷ്ടമുള്ള വിഭവം കിട്ടുന്ന ഏറ്റവും മികച്ച റേറ്റിംഗ് ഉള്ള റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു 3-10 സെക്കൻഡ് കൊണ്ട് വിഭവങ്ങൾ തീരുമാനിക്കുക, ഒരു ടിക്ക് അല്ലെങ്കിൽ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക, എത്ര സമയത്തിനാണ് നിങ്ങളുടെ വീട്ടിലെത്തുമെന്നും ആ സാധനം എങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഉൾപ്പെടെ കാണുന്ന ഒരു സംവിധാനം നിങ്ങളുടെ മൊബൈൽ ഫോണിലായി കഴിഞ്ഞു. അതായത് ഇന്നൊരു വസ്തു വാങ്ങാൻ, ഒരു വസ്തു, ഏതെങ്കിലും ഭക്ഷ്യവസ്തു മുതൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്, നമ്മൾക്കിഷ്ടപ്പെട്ട സിനിമ, നമുക്കിഷ്ടപ്പെട്ട സിനിമകൾ, ലോകത്തിറങ്ങിയ ഏത് സിനിമയും ഏത് സമയത്തും എവിടെ ഇരുന്നും കാണാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയതൊക്കെ അതിൽ പലതും ഇന്ത്യൻ കമ്പനികളാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്നലെ വരെ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ശരിയാണ്, നിത്യോപയോഗത്തിലുള്ള പല ഉൽപ്പന്നങ്ങളും നാളെയും ആവശ്യമായി വരും. പക്ഷേ ആ സാധാരണ ഉൽപ്പന്നങ്ങൾ
നിരന്തരം മത്സരത്തിന് വിധേയമാണ്. അവിടെയും പുതിയ പരീക്ഷണങ്ങൾ, അവിടെയും പുതിയ മാർക്കറ്റിംഗ് ടെക്നോളജികൾ, പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ, പുതിയ ആശയങ്ങൾ നടപ്പാക്കുന്നവർ മാത്രം സർവൈവ് ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് വരും. അവിടെ നമ്മൾ നിരന്തരം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കേണ്ടത് മനുഷ്യൻ്റെ മാറുന്ന മനസ്സിനെക്കുറിച്ചാണ്, മനുഷ്യൻ്റെ മാറുന്ന ആവശ്യങ്ങളെക്കുറിച്ചാണ്. മനുഷ്യൻ്റെ മാറുന്ന മനസ്സിനെയും മനുഷ്യൻ്റെ മാറുന്ന ആവശ്യങ്ങളെയും മുൻകൂട്ടി കാണാൻ കഴിയുന്നവൻ മാത്രം നാളെ വ്യവസായ മേഖലയിൽ സർവൈവ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് ഓർമ്മ വേണം. നമുക്കിന്ന് കംഫർട്ടബിൾ ആയിരിക്കാം, ഒരു സംശയവും വേണ്ട. ഒരു 36 മണിക്കൂർ കൊണ്ട് തന്നെ കാര്യങ്ങൾ മാറാം. നമുക്കറിയാം, കോവിഡ് എന്നൊരു മഹാമാരിയുടെ അനൗൺസ്മെൻറ്റ് വന്നതോടുകൂടി പൂട്ടിപ്പോയ പ്രസ്ഥാനങ്ങൾ എത്രയാണ്. കോവിഡ് ചൈനയിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. ഒരു രാത്രി 9 മണിക്ക് മറ്റാണെന്ന് തോന്നുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിവിഷൻ്റെ മുന്നിൽ വന്നിട്ട് പറയുന്നു, നാളെ ഇത്ര മണി മുതൽ നമ്മൾ ഈ രാജ്യം അടച്ചുപൂട്ടാൻ പോവാണെന്ന് പറഞ്ഞതോടുകൂടി പൂട്ടിപ്പോയ എത്ര പ്രസ്ഥാനങ്ങളാണെന്നറിയോ? ഒരൊറ്റ അനൗൺസ്മെൻറ്റ്, 1 മിനിറ്റ് നേരത്തെ ഒരു പ്രഭാഷണം, അല്ലേ? അതാണ് വ്യവസായങ്ങളുടെ ഒക്കെ എപ്പോഴത്തെയും ഭാവി എന്ന് തിരിച്ചറിയണം. അപ്പോൾ ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, മാറുന്ന മനുഷ്യൻ്റെ ആവശ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളായിരിക്കും സർവൈവ് ചെയ്യുക. പല ഇൻഡസ്ട്രികളും പൊളിറ്റിക്കലായ ഒരു ചെറിയ തീരുമാനം വന്നാൽ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളിലും ഒരു മാറ്റം വരുമ്പോൾ ഔട്ടായി പോകുന്ന, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോകുന്ന പ്രോഡക്റ്റുകളാണ്. നമ്മൾ സ്വയം ചിന്തിക്കുക, എൻ്റെ പ്രോഡക്റ്റ് നാളെ ഈ മട്ടിൽ പോയാൽ എത്ര കാലം സർവൈവ് ചെയ്യും? ഇതിലെന്തു മാറ്റങ്ങൾ എനിക്ക് കൊണ്ടുവരാൻ കഴിയും? അതിന് പുതിയ ചിന്തകൾ വരണം. പുതിയ ചിന്തകൾ വരണമെങ്കിൽ നമ്മളുടെ മക്കളെ കഴിയുമെങ്കിൽ ഈ ചിന്തയുടെ ഭാഗമാക്കി മാറ്റണം. മരുമക്കളെ ഈ ചിന്തയുടെ ഭാഗമാക്കി മാറ്റണം. കൊച്ചുമക്കളെ ഈ ചിന്തയുടെ ഭാഗമാക്കി മാറ്റണം. അവരെ നിരീക്ഷിക്കണം. അവരെയും ഈ ചർച്ചകളിൽ പങ്കെടുപ്പിക്കണം. നമ്മളുടെ സ്റ്റാഫ്, ഏറ്റവും യങ്സ്റ്റേഴ്സായ, യങ് ബ്ലഡായ സ്റ്റാഫിനെ ഇതിലേക്ക് കൊണ്ടുവരണം. അവരുമായി ഈ ആവശ്യങ്ങൾ, അവരുടെ ശീലങ്ങൾ, അവരുടെ മാറ്റങ്ങൾ, അവർ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കണം. അവരുമായിട്ട് ആശയവിനിമയം നടത്തണം. അവരുടെ ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കണം. പൂർണ്ണമായും സ്വീകരിച്ചാലും ഇല്ലെങ്കിലും അവരിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങളെ നമ്മൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ആ മാറ്റങ്ങളുടെ പഠനത്തിലൂടെയാണ് നാളത്തെ നമ്മുടെ കമ്പനി എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ നൂതനമായ ആശയങ്ങളുമായി മുമ്പോട്ട് പോകുന്ന പ്രസ്ഥാനങ്ങൾ തീർച്ചയായും സർവൈവ് ചെയ്യും. അല്ലാത്തവ ക്രമേണ കാലഹരണപ്പെട്ടു പോകും. കാലത്തിൻ്റെ കർട്ടന് പിന്നിലേക്ക് മറഞ്ഞു പോവുക തന്നെ ചെയ്യും. ഇപ്പം നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു സംരംഭകനുണ്ട്. പണ്ട് ഈ റബ്ബർ ചെരുപ്പുകൾ, ഹവായി ചപ്പലുകൾ കേരളം മുഴുവൻ ഭരിച്ചിരുന്നൊരു കാലമുണ്ട്. നമ്മുടെയൊക്കെ ബാല്യകാലത്ത് സ്കൂളിൽ പോകുമ്പം ഈ ഹവായി ചപ്പലുകൾ ഇട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, എൻ്റെ വീട്ടിലെ നിന്ന് സ്കൂളിലേക്ക് 2 കിലോമീറ്റർ ദൂരമുണ്ട്. അതിനിടയ്ക്ക് ഒരു പാടം കടക്കണം, വരമ്പ് കടക്കണം, പിന്നെ ഒരു മല കയറണം, പിന്നെ ഇറങ്ങി ചെല്ലുന്ന ആ സ്കൂളിലെത്തുമ്പോഴേക്കും മിക്കവാറും ഈ ഷർട്ടിൻ്റെ പുറക് മുഴുവൻ മഴക്കാലമാണെങ്കിൽ ചേറായിരിക്കും. ഇതിങ്ങനെ പുറകോട്ട് അടിച്ചുകൊണ്ടിരിക്കും. ശരിയല്ലേ? ഓർമ്മയുണ്ടല്ലോ. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും ആ ഒരു 4 ദിവസത്തേക്കെങ്കിലും ഇട്ടില്ലെങ്കിൽ അന്നത്തെ വെള്ള ഷർട്ടാണ് അന്നത്തെ യൂണിഫോമൊക്കെ. അപ്പോൾ ഇതെങ്ങനെ, അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കണക്കിലെ പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ളതായിരുന്നില്ല, ഈ പുറത്ത് ചേർതെറിക്കാതെ എങ്ങനെ വീട് വരെ എത്തും എന്നുള്ളതായിരുന്നു അക്കാലത്തെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ടെൻഷൻ. പിന്നീട് ആ ടെൻഷനൊക്കെ മാറ്റി തന്നത് ഇവരൊക്കെ തന്നെയാണ്, VKC ഒക്കെയാണ്. ചേർതെറിക്കാത്ത ചെരുപ്പ് പുറത്തിറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങളുടെ പോലും സൊല്യൂഷൻസ് കണ്ടെത്തുന്നവരാണ് വളരുന്ന സംരംഭങ്ങളായി മാറുക. അന്ന് എനിക്ക് തോന്നുന്നു കോട്ടയത്ത് പാരഗണ് അങ്ങനെയൊക്കെയുള്ള റബ്ബർ, അല്ലേ, ലൂണാർ ഒക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ, ഹവായി ചപ്പലുകളുടെ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ പിന്നീട് പെട്ടെന്ന് അങ്ങോട്ട് ഈ ഹവായി ചപ്പലുകൾ അപ്രത്യക്ഷമാവുകയും ഈ ചേർതെറിക്കാത്ത, മഴയെ അതിജീവിക്കാൻ കഴിയുന്ന ചെരുപ്പുകൾ വരികയും ചെയ്തു. അത് രാജ്യം മുഴുവൻ വിപ്ലവമായി മാറി. അപ്പോൾ ഈ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, അവൻ നേരിടുന്ന പ്രശ്നങ്ങൾ നിരന്തരം സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നതാണ് ഏതൊരു സംരംഭത്തിൻ്റെയും വിജയം. അങ്ങനെ നിരീക്ഷിക്കുന്ന ഒരു സംരംഭകൻ കാലഹരണപ്പെട്ടു പോകില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ ഒക്കെ കൂടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള, ഞാൻ വലിയ പ്രബോധനത്തിന് മുതിരുന്നില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്ററുണ്ട്, അദ്ദേഹത്തിന് സമയത്തിൻ്റെ വലിയ വിലയുള്ള ആളാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ചുമതലയേറ്റതിന് ശേഷം കേരളത്തിലെ വ്യാവസായിക മേഖലയിൽ വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വളരെ ശ്രമം നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ അറിയാം. ഈ അടുത്ത കാലത്ത് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വ്യവസായ മേഖല. തീർച്ചയായിട്ടും അത് തുടർന്നും മുന്നോട്ട് പോയാൽ കേരളം തീർച്ചയായും പ്രതിഭാശാലികളുടെ ഒരു നാട് തന്നെയാണ്.
സംരംഭം നടത്താൻ കഴിവുള്ള, ബുദ്ധിയുള്ള, പ്രതിഭയുള്ള ആളുകളുടെ നാടാണ്. പക്ഷേ ഭീതികൾ, മുൻവിധികൾ, പ്രതിസന്ധികളെക്കുറിച്ചുള്ള ആശങ്കകൾ, ആകുലതകൾ മനസ്സിൽ തറഞ്ഞു പോയത് കൊണ്ടുണ്ടായ വെല്ലുവിളികളാണ് നമ്മളിതുവരെ നേരിട്ടിരുന്നത്. എന്നാൽ ഏതാനും നാളുകൾ കൊണ്ട് ആ വെല്ലുവിളികൾ അല്ലെങ്കിൽ ആ ആശങ്കകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറുന്നതോടുകൂടി പുതിയ തലമുറ വ്യവസായ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിൽ നിന്ന് കേരളം വിട്ട് അന്യനാടുകളിൽ ചേക്കേറണം എന്നുള്ള നമ്മുടെ പുതിയ തലമുറയുടെ ആഗ്രഹങ്ങൾ തന്നെ മാറും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കേരളത്തിൽ സംരംഭങ്ങൾ വർദ്ധിക്കുമ്പോൾ എനിക്കും ഒരു സംരംഭകനാകാൻ കഴിയുമെന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ എനിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭകരെ പോലെ കേരളത്തിൽ നിന്നും ഏറ്റവും വലിയ സംരംഭകർക്കുണ്ടാകാൻ കഴിയുമെന്നും സ്വപ്നം കാണുന്ന ജീവിതം നയിക്കാൻ കഴിയുമെന്നും ഓരോ വ്യക്തിക്കും തോന്നുമ്പോൾ നാട് വിട്ടോടേണ്ടവനല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായ ഇന്ത്യയുടെ ഭാഗമായി നിന്നുകൊണ്ട് വ്യവസായം നടത്താൻ കഴിയുന്ന, എൻ്റെ ആശയങ്ങൾ നടപ്പാകുന്ന വ്യവസായങ്ങൾ നടത്താൻ കഴിയുന്ന ആളാണെന്ന് ഓരോ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിക്കും വിദ്യാർത്ഥിക്കും പോലും തോന്നി തുടങ്ങുമ്പോൾ കേരളം മാറും. കേരളം വിട്ട് ഒഴുകുന്ന ചെറുപ്പക്കാർ കേരളത്തിൽ തന്നെ നിൽക്കുകയും നമ്മുടെ കേരളത്തെ പുതിയൊരു കേരളമാക്കി വളർത്തുകയും ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിൻ്റെ മാതൃകയാവേണ്ട ആളുകൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനുവേണ്ടി കഠിനമായി അധ്വാനിച്ചവരാണ് നിങ്ങളൊക്കെ. നിലനിൽപ്പിന് വേണ്ടി വലിയ പോരാട്ടം നടത്തിയവരാണ് നിങ്ങളൊക്കെ. എനിക്കത് നല്ല വ്യക്തമായിട്ടറിയാം. അപ്പോൾ ആ പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളികളായിരുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ തീർച്ചയായും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം തന്നെയാണ്. ഇത് കൂടുതൽ കൂടുതൽ വളരട്ടെ, കൂടുതൽ വളർച്ചയുള്ള ആളുകളെ സൃഷ്ടിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഈ ആഘോഷവും സംസ്ഥാന സമ്മേളനവും ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. കയ്യടികളെല്ലാം ഹൃദയത്തിൽ നിന്ന് വരണം. ഞാൻ പറയായിരുന്നു, കൈ ഉയർത്തി എല്ലാം സ്വാഭാവികമായിട്ട് തന്നെ വരേണ്ടതാണത്. ആ കയ്യടി യഥാർത്ഥത്തിൽ നിങ്ങൾ നൽകിയതാണ്. നിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ പല തലങ്ങളിലുള്ള സംരംഭക സമൂഹം നൽകിയതാണ് റാങ്കിങ്ങിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വ്യവസായത്തിൽ അതിൻ്റെ അന്തരീക്ഷത്തിൽ ഒന്നാമതാകുമെന്ന് ഭീകര സ്വപ്നത്തിൽ പോലും പലരും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ചിലരിത് ഉൾക്കൊള്ളാൻ ഒരു മടിയുണ്ടായി. അപ്പോൾ ചിലർ പറഞ്ഞത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. ഇത് കഴിഞ്ഞ തവണ തോറ്റവർക്കൊരു പരീക്ഷയായിരുന്നു, നിങ്ങൾ മെച്ചപ്പെടുക. ആ പരീക്ഷയിൽ മികച്ചത് ഒന്ന് കേരളം നേടിയെന്നുള്ളൂ. അല്ലാണ്ട് ഇതൊന്നും റാങ്കിങ് അല്ല എന്ന് വരെ പലരും പ്രചരിപ്പിച്ചു. ഇപ്പോഴും പലരും പറയണ്ട ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലത്, ഇത് വേറെയാണ്. ഇതിന് 1, 2, 3 അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ സംരംഭകരെന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തവണ മുതൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന പേരല്ല ഉപയോഗിക്കുന്നത്. BRAP, ഞാനത് പത്രക്കാരോടും പറഞ്ഞ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. അതിൻ്റെ സൈറ്റിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ റാങ്കിങ്. കാരണം വേൾഡ് ബാങ്ക് അത് നിർത്തി, അവരാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിന് തുടങ്ങിയത്. കഴിഞ്ഞത് മുതൽ 4 കാറ്റഗറി നമ്മൾ എമർജിങ് സിസ്റ്റം, ആസ്പിരൻസ്, അച്ചീവേഴ്സ്, ടോപ്പ് അച്ചീവേഴ്സ്. കഴിഞ്ഞ തവണ അതായിരുന്നു, ഇത്തവണ അത് തന്നെയാണ്. ഈ റാങ്കിങ്ങിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എത്ര പരിഷ്കാരം, 296 പരിഷ്കാരങ്ങളുണ്ട് പല വകുപ്പുകളുടെ. മുഴുവൻ നടത്തിയാലും ഫോൺ ചെയ്ത് ചോദിക്കുമ്പോൾ ഇവിടെ എന്തോ നടക്കാം, വലിയ ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സംഗതി പോയി. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ അച്ചീവറിൽ എത്തേണ്ടതായിരുന്നു. അതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ടോപ്പിലേക്ക് എത്തിയില്ലെങ്കിൽ അച്ചീവറിലേക്ക് എത്തും. പക്ഷെ നമ്മുടെ സർവേ കഴിഞ്ഞപ്പോൾ നല്ല പ്രതികരണം അത്ര വന്നില്ല. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ആസ്പിരൻറ്റിലേക്ക് എത്തി. അതിൽ അവിടെ വെച്ച് റാങ്കിങ് 15 നമ്മൾ എത്തി. അല്ലാണ്ട് കഴിഞ്ഞവണി 1, 2, 3, 4, 5, 15 എന്നല്ല. പ്രഖ്യാപിക്കുമ്പോഴാണ് പറയുക ഇത് 15ആണ്. ഇപ്പോൾ നോക്കിയാലും കഴിഞ്ഞവണത്തെ റാങ്ക് എന്ന രൂപത്തിൽ കാണാൻ കഴിയില്ല. ഇത്തവണ നമ്മൾ ടോപ്പ് അച്ചീവറിലേക്ക് എത്തി. നമ്മൾ ആസ്പിരൻറ്റിൽ നിന്ന് അച്ചീവറായി, അച്ചീവറിൽ നിന്ന് ടോപ്പ് അച്ചീവറായി. ആ ടോപ്പ് അച്ചീവർ ആയതിൽ ടോപ്പ് നമ്മളായി. അതാണ് ഒന്നെന്ന് പറയുന്നത്.
ടോപ്പ് അച്ചീവറായ സംസ്ഥാനങ്ങളിൽ 9 ഈ ടോപ്പ് അച്ചീവർ 95%-നേക്കാൾ മുകളിൽ നമ്മുടെ എ ഗ്രേഡ് എന്നൊക്കെ A+ എന്നൊക്കെ പറയില്ലോ, 95% മുകളിൽ മാർക്ക് കിട്ടുമ്പോഴാണ് ടോപ്പ് അച്ചീവേഴ്സ്. ആ ടോപ്പ് അച്ചീവേഴ്സിന് എല്ലാവരെയും അവിടെ ആദരിച്ചു. അതിൽ ആദ്യം വിളിച്ചത് ആ ടോപ്പ് അച്ചീവറിൽ 30 അവസാനം റിഫോമിൽ 9 ഒന്നാമതായ കേരളത്തെയാണ് ഒന്നാമത് എന്ന മട്ടിൽ ആദരിച്ചത്. 5 ആന്ധ്രാപ്രദേശ്, 3 ഗുജറാത്തും മറ്റ് 3 സംസ്ഥാനങ്ങളുണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ 28 അപ്പോൾ 1, 2, 3 റാങ്കിങ് ആയിരുന്നു അന്ന്. നമ്മുടെ പുറകിൽ അധികം ആളുണ്ടായില്ല തുടക്കത്തിൽ. പിന്നെ നമ്മൾ ഈ പുതിയയിലേക്ക് എത്തി. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ലോകത്തിൻ്റെ മുൻപിലേക്ക് പരമാവധി വേഗത്തിലെത്തിക്കും. എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അത് ആരും അറിയാതിരിക്കാനുള്ള അഭിമാനം കാണിക്കുകയും ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു അഭിമാനികളാണല്ലോ, ആരും അറിയണ്ടെന്ന് പറയുകയും ചെയ്യും. ഇപ്പോൾ കേരളത്തെക്കുറിച്ചുള്ള ധാരണ എന്തായിരുന്നു? ആകെ പണിമുടക്കം, റെഡ് ടേപ്പിസം, പ്രശ്നങ്ങൾ, ഒന്നുമില്ല. ഇവിടെ എന്താ ഉള്ളതാകെ ബാർബർ ഷാപ്പും ബീവറേജും മാത്രമേ ഉള്ളൂ. ഇതല്ലേ പുറത്തുള്ള ഒരു പ്രചാരവേല? ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് കേരളത്തിലുണ്ടെന്നുള്ളത് നമ്മളിങ്ങനെ, ഞാൻ ആദ്യം ഈ ചുമതല എടുത്തിട്ട് സംരംഭകരെ വിളിച്ചിട്ട് അവരുടെ യോഗത്തിൽ തന്നെ ചോദിച്ചു. നിങ്ങളെല്ലാം ഉണ്ടായി, അമ്മത്തെ പ്രസിഡന്റ് ഇവിടെ ഉണ്ടായി, പോയോ? ആറ്റത്തിരിപ്പുണ്ട്, ഇവരെല്ലാവരും ഉണ്ടായി. ആദ്യത്തെ യോഗത്തിൽ ചോദിച്ചു, ഇന്ത്യയിൽ ഏഷ്യയിൽ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി എവിടെയാണ്? ഒരാളും കൈ പൊക്കിയില്ല, സംരംഭകർ തന്നെ. ഏഷ്യയിൽ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി എവിടെയാണ്? ആരെന്ന് ഇപ്പം എല്ലാവർക്കും അറിയാം. ലോകത്ത് ഉപയോഗിക്കുന്ന 65% ഒലിയോ റെസിൻ ഉണ്ടാക്കുന്ന കമ്പനികൾ ഉള്ള പ്രദേശത്തിൻ്റെ പേരെന്താണ്? കേരളമാണ്. അന്ന് ആർക്കും അറിയില്ല. ലോകത്തിൽ സ്പൈസ് പ്രോസസ്സിംഗ് ഹബ്ബ് കേരളമാണ്. 3000 കോടി ടേൺ ഓവറാണ് ഇപ്പോൾ കഴിഞ്ഞ സിന്തേറ്റിൻ്റെ ഒന്ന്. അതിന് താഴെ മറ്റ് കമ്പനികളുമുണ്ട്. ആദ്യത്തെ 4 കമ്പനിയും കേരളത്തിലാണ്. ഇപ്പം ചിത്രം മാറി. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ലോജിസ്റ്റിക് ആൻഡ് മാരിടൈം റൗണ്ട് ടേബിളിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ CMD പറഞ്ഞു, കഴിഞ്ഞ 25 വർഷത്തിനുള്ളിൽ ഒരു മിനിറ്റ് പോലും, ഒരു മാൻ അവർ, മണിക്കൂർ സാധാരണ മാൻ അവർ എന്ന് പറയുന്നത് മിനിറ്റ് തന്നെ പറയും, ഒരു മിനിറ്റ് പോലും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ തൊഴിലാളികളുടെ പണിമുടക്കം മൂലം നഷ്ടമായിട്ടേയില്ല. ഷിപ്പ്യാർഡിൻ്റെ CMD ആണ് പറഞ്ഞത്. ആ ഷിപ്പ്യാർഡാണ് വിക്രാന്ത് നിർമ്മിച്ചത്, ഫസ്റ്റ് ഇൻഡിജിനിയസ് എയർക്രാഫ്റ്റ് കാരിയർ. മെയ്ക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ കേരള. രണ്ടാമത്തെ ഭാഗം പറയില്ല, മെയ്ക്ക് ഇൻ ഇന്ത്യ ഉള്ളോ, മെയ്ഡ് ഇൻ കേരള. ഇപ്പോൾ ഞാൻ പത്രങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ സന്തോഷ് ജോർജ് കാണാത്ത രാജ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളൂ അല്ലേ. എൻ്റെ കൂടെ ഒരു MP ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്നിച്ച് പാകിസ്ഥാനിലേക്ക് ഡെലിഗേഷനായിട്ട് പോകുമായിരുന്നു. ഞങ്ങൾ 5 അംഗ സംഘം. അപ്പോൾ അദ്ദേഹം ലിംക വേൾഡ് റെക്കോർഡിലൊക്കെ ഉള്ള പുള്ളി പറഞ്ഞു, ഞാൻ ഇനിയിപ്പോൾ പാകിസ്ഥാൻ ഇത്ര അടുത്ത് കിടന്നെങ്കിലും പോകാൻ പറ്റിയിരുന്നില്ല, ഇപ്പോഴാണ് ആദ്യമായിട്ട് പോകുന്നത്. ഇനി ഒരു രാജ്യം കൂടി ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഏതാ? അത് നോർത്ത് സുഡാനാണ്. അപ്പോൾ സുഡാൻ 2ആയി. സൗത്തിലാണ് ഞാൻ ഇറങ്ങിയ സ്ഥലം. ബാക്കിയൊക്കെ അതുപോലെയാണ് സന്തോഷ് ജോർജ്, കാണാത്ത സ്ഥലം അധികം ഉണ്ടാവില്ല. അദ്ദേഹം ഇപ്പോൾ ന്യൂറോലിങ്കിനെ കുറിച്ചൊക്കെ അല്ലേ പറഞ്ഞു. തലച്ചോറ് പിടിപ്പിച്ച പിന്നെ ഇവിടുന്ന് നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞില്ല, കൈ ബുക്കെന്നൊന്നും പറയണ്ട, ഞാൻ അവിടെ ഇരുന്നിട്ട് റിമോട്ടിൽ അമർത്തിയാൽ മതി, എല്ലാവരും കൈയടിച്ചോളൂ. അതുപോലെ നേരത്തെ നമ്മൾ റിമോട്ട് വെച്ചിട്ട് മനുഷ്യനാണ് സാധാരണ കൈകാര്യം ചെയ്തിരുന്നത്. ഇനി മനുഷ്യനെ റിമോട്ട് വെച്ച് ചിരിപ്പിക്കാം, കരയിപ്പിക്കാം, അതിലേക്കൊക്കെയാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചിപ്പ് വാർ എന്നൊരു പുസ്തകമുണ്ട്. അതിലിപ്പോൾ തൈവാൻ ഡെവലപ്പ് ചെയ്ത പുതിയ ചിപ്പിൻ്റെ വലിപ്പം കൊറോണ വൈറസിൻ്റെ പകുതിയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെയാണ് ഈ തലയിൽ പോയി ഇരിക്കാൻ പോകുന്ന സാധനം ചിപ്പ് എന്നുള്ളത്. എന്തായിക്കോട്ടെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കി സെർച്ച് ചെയ്ത് നോക്കിയാൽ സാംസങ് കമ്പനി കൊറിയയിൽ വലിയ പണിമുടക്കാം. കൊറിയയിൽ ഇവിടെ ആരെങ്കിലും, തമിഴ്നാട്ടിൽ ഇപ്പോൾ സാംസങ് കമ്പനിയിൽ വലിയ പ്രശ്നം. തൊഴിലാളികൾക്ക് ന്യായമായ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രശ്നങ്ങളിലേക്ക് വരും. അതാ എവിടെയും വരും. കേരളത്തിൽ മാത്രമല്ല വരുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ദക്ഷിണ കൊറിയയിൽ 10,000 കണക്കിന് തൊഴിലാളികളല്ലേ സാംസങ്ങിൽ വരുന്നത്.
ഇവിടെയും ഇപ്പം എല്ലായിടത്തും ഉണ്ടാവും, ഏറിയും കുറഞ്ഞുണ്ടാവും. പക്ഷെ കേരളത്തിൽ എങ്ങാനും ചെറിയ പ്രശ്നം വന്നാൽ അത് ലോകമാകെ അറിയും. പണ്ടാണെങ്കിൽ ഇത് വാട്സപ്പിൽ മലയാളികൾക്ക് കൊടുക്കുള്ളൂ. ഇപ്പം ജെൻ AI വന്നതിന് ശേഷം ChatGPT ഇട്ടിട്ട് അമേരിക്കൻകാർക്ക് അമേരിക്കൻ ഇംഗ്ലീഷും കൊടുക്കും, UK ഇംഗ്ലീഷിലും കൊടുക്കും, സ്പാനിഷിലും കൊടുക്കും, ഫ്രഞ്ചിലും കൊടുക്കും, എല്ലാ ഭാഷയിലേക്കും കൊടുക്കും. ഈ നെഗറ്റീവ് ഇപ്പം കുറേ മാറി, കുറേ മാറ്റം വന്നിട്ടുണ്ട്. അത് നമ്മളും കുറേ മാറി, ആളുകളുടെ മനസ്സിലും മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ സംരംഭക സമൂഹത്തിൽ ഒരു ആത്മവിശ്വാസം വന്നു. ഇപ്പോൾ നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിൽ എന്നുള്ള ഇപ്പോഴത്തെ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ, അതിൽ കേരളം ഏറ്റവും മികച്ചതായി എന്നതുകൊണ്ട് കേരളത്തിലാണോ ഏറ്റവും കൂടുതൽ വ്യവസായം ഉള്ളത്? അല്ലല്ലോ. ഞങ്ങളെല്ലാം തികഞ്ഞു എന്ന് നമ്മളിപ്പോൾ അഭിമാനിച്ചാലോ അപകടത്തിൽപ്പെടും. ഞങ്ങളുടെ മാനിഫെസ്റ്റോ അനുസരിച്ച് 26-ലാണ് 1-ലേക്ക് എത്തേണ്ടത്. നമ്മൾ 22 റാങ്കിൽ തന്നെ എത്തി. 22 റാങ്കിങ്ങിൻ്റെ സർവേ നടക്കുന്നത് 23-ലാണ്, നിങ്ങൾക്കറിയാലോ. അടുത്തത് 24-ൽ ഇപ്പോൾ തുടങ്ങി. ഞാൻ കഴിഞ്ഞ റിവ്യൂ നടത്തുമ്പോൾ 75% പരിഷ്കാരങ്ങളും കഴിഞ്ഞു, 75%. ഒക്ടോബർ പകുതിയോടുകൂടി നമ്മൾ 100% തയ്ക്കാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിലനിർത്തണം, അതാ കഠിനം. എന്ന് മാത്രമല്ല, ഇത് ആകുന്നതിൽ നമ്മൾ എന്തിനാ ഈ പരസ്യം ചെയ്യുന്നത്? ഈ ഗവൺമെൻറ് കൊള്ളാം, മന്ത്രി കൊള്ളാം ആണോ? അല്ല, നമ്മൾ പരസ്യം ചെയ്യുന്നത് കേരളത്തെയാണ്. ഇതാ കേരളം റെഡി ആയിരിക്കുന്നു, കേരളം പഴയ കേരളമല്ല, കേരളം മാറിയിരിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരൂ, ഇവിടെ നിക്ഷേപം നടത്തൂ, ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. അത് വരുമ്പോൾ കേരളം ഇങ്ങനെ അല്ല എന്ന് സ്ഥാപിക്കാൻ ഗവേഷണം നടത്തുന്ന ആളുകൾ ഇത്രമാത്രം മനസ്സിൽ കേരളത്തിനെതിരെയുള്ള വിഷമുള്ളവർ മാത്രമല്ലേ കഴിയുള്ളൂ. ഇതൊങ്ങനെ നമ്മൾ എന്തിനാ ഗവൺമെൻറ് നേട്ടമായിട്ടാണോ, അല്ലെങ്കിൽ മന്ത്രിയുടെ നേട്ടമാണോ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ നേട്ടമാണോ? ഇവരൊക്കെ വളരെ ടീമായി വർക്ക് ചെയ്യുന്നതല്ലേ. നമ്മൾ കേരളത്തെ ഷോക്കേസ് ചെയ്യുകയാണ്. ഇതാ ഞങ്ങളുടെ നാട് റെഡി. ഇവിടെ സന്തോഷ് പറഞ്ഞില്ലേ, എല്ലാവരും പുറത്തേക്ക് പോണു. ഞാനും ശ്രീ മോഹൻദനീഷും ഡയറക്ടറും, ഇപ്പോൾ അദ്ദേഹം MD ആണ് KSIDC, ഞങ്ങൾ ആ ചെറുപ്പക്കാരുടെ അറ്റ്മോസ് അവിടെ പോയല്ലോ. ചെറിയ പ്ലേസാണ്, ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ. എല്ലാവരും വിദേശത്തു നിന്ന് ജോലി ഉണ്ടായവർ തിരിച്ചു വന്നവരാണ്. 95% റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് വെച്ച് പണ്ട് പോയ മലയാളികളുടെ പുതിയ അവിടെ ജനിച്ച തലമുറ നമ്മളിവിടെ എന്ത് വെച്ചാലും അവർ വരില്ല, അവരതുമായിട്ട് വന്നു. എന്നാൽ ഇപ്പോൾ പോയവർ അവർക്കെല്ലാം നാട്ടിലേക്ക് പറഞ്ഞു. ഇപ്പോൾ ആ രാജ്യങ്ങളിലെല്ലാം എന്നൊക്കെ ഉള്ള അദ്ദേഹത്തിന് അറിയാൻ പോകുമ്പോൾ പണ്ടൊരു അസംതൃപ്തി, ഫ്രസ്ട്രേഷൻ ഉണ്ട് മൈഗ്രേഷനെതിരെ. സമ്പദ്ഘടന പ്രശ്നത്തിലാണ്. അങ്ങനെ വരുമ്പോൾ പുറത്തുനിന്ന് വന്നവർക്കെതിരെയുള്ള വികാരം വരാം. അപ്പോൾ നമുക്കിവിടെ ഒരുക്കണം, ഇത് പ്രധാനമാണ്. അതിന് നമ്മൾ പൊതുവെ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത് പരമാവധി, നിങ്ങളെല്ലാവരും കേരളത്തിന് അംബാസഡർമാരാകണം. നിങ്ങൾ പോയിട്ട് ഈ മന്ത്രി കൊള്ളാമെന്ന് പറയേണ്ട കാര്യമില്ല, ഈ ഗവൺമെൻറ് കൊള്ളാമെന്ന് പറയേണ്ട കാര്യമില്ല. കേരളം റെഡിയായിരിക്കുന്നു, നിങ്ങൾ ഇവിടെ വന്നോളൂ. ഇവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള എയർപോർട്ട് നേരെ നിങ്ങൾ വൈകിട്ടാഴ്ച ഇങ്ങോട്ട് വന്നു. എനിക്കും 3 അനിഷ്ടം നാളെ രാവിലെ 9:30 കല്യാശ്ശേരിയിൽ ആദ്യത്തെ ഇന്ത്യയിലെ സൂപ്പർ കപ്പാസിറ്റർ നമ്മൾ നിർമ്മിച്ചിരിക്കുകയാണ്, കെൽട്രോൺ. അതിൻ്റെ ലോഞ്ചിങ് മുഖ്യമന്ത്രി നാളെ നിർവഹിക്കുകയാണ്. ഞങ്ങൾക്ക് രാത്രി അങ്ങോട്ട് എത്താനുണ്ട്. അതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. എപ്പോഴും നിങ്ങളുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നതാണ്. അപ്പം അതിൽ ഞാൻ മെമ്പർഷിപ്പ് എത്ര കൂടി നിസാറുദ്ദീൻ? ഇപ്പം എത്ര കൂടി? 33% കൂടി. എന്ന് വെച്ചാൽ ഗവൺമെൻറ് എല്ലാവരും കൂടി വന്നപ്പോൾ അത് ഇവിടെ ഫിക്കിക്കാർ അല്ല, CIA കഴിഞ്ഞ ദിവസം ചെന്നൈ പറഞ്ഞു ഞങ്ങളുടെ മെമ്പർഷിപ്പ് ഡബിളായി. സംഘടനകളെല്ലാം ഡബിളായിക്കൊണ്ടിരിക്കുകയാണ്. 3000 പോരാ. നമ്മളിപ്പോൾ ഞാൻ ഈ നിസാറുദ്ദീൻ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും മാനുഫാക്ചറിങ് നമ്മൾ 42,185 പുതിയ യൂണിറ്റ് ഇപ്പോൾ ഇന്നത്തെ നോക്കുമ്പോൾ തുടങ്ങിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് ആകെ എത്രയായി? പോരാ. കാരണം നമ്മുടെ മാനുഫാക്ചറിങ് തന്നെ. പിന്നെ നിങ്ങളുടെ ഒരു കുറവ് ഞാൻ നേരത്തെ വിളക്കുളത്തിന് പറയണമെന്ന് വെച്ചാണ്, 2,99,939 MSME ആണ് ഇന്നത്തെ കണക്ക് നമ്മുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ്. മിക്കവാറും നാളെ മറ്റന്നാളാകുമ്പോൾ നമ്മൾ 3 ലക്ഷം. അതിൽ ഇതെല്ലാം എൻ്റെ കയ്യിലല്ലോ മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും സെർച്ച് ചെയ്താൽ കംപ്ലീറ്റ് ഡാറ്റയും പബ്ലിക് ഡൊമൈനിലുണ്ട്. ഒരു ജില്ലയിൽ എത്ര, സെക്ടർ എത്ര, വനിത എത്ര, അത് ഞാൻ നോക്കിയപ്പോൾ
ഈ പുതുതായി തുടങ്ങിയ തന്നെ സെക്ടർ, സബ് സെക്ടർ, ജനറൽ, OBC, മൈനോറിറ്റി, SC, ST, ഫീമെയിൽ 95,070. 95,070 സ്ത്രീകൾ പുതിയ സംരംഭകരാണ്. സ്റ്റേജിൽ ഒരു സ്ത്രീയുമില്ല. അത് തൽക്കാല ഒരു അലങ്കാരത്തിന് കൊണ്ടിരുന്നെല്ലാം പറയണത്. ഇനി നിങ്ങളുടെ വൈസ് പ്രസിഡന്റുമാരിൽ എത്ര സ്ത്രീകളുണ്ട്? ആരുമില്ല. ജോയിന്റ് സെക്രട്ടറിമാർ എത്ര പേരുണ്ട്? മന്ത്രിയെ വിളിച്ചത് അപകടമായതുകൊണ്ടുള്ള പുനഃസ്ഥാപന മന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയാണോ എന്നാണ്. ജോയിന്റ് സെക്രട്ടറിമാരുടെ എത്ര പേരുണ്ട്? 3 പേരുണ്ട്. അപ്പോൾ അത്രയും അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ പോലെയായിരുന്നു. നിസാറുദ്ദീൻ തിരഞ്ഞെടുക്കപ്പെട്ടു. നിസാറുദ്ദീനെയും പുതിയ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നല്ല വർക്ക് അവർ സർക്കാരിനോടൊപ്പം പൊതുവെ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഈ പ്രാതിനിധ്യമൊക്കെ നിങ്ങളുടെ സംഘടനാ കമ്മിറ്റിയിലും വരണം, എല്ലായിടത്തും നന്നായി വരണം. പിന്നെ ഇത് വച്ച് ഞാൻ നിങ്ങളെല്ലാവരും കേരളത്തിൻ്റെ അംബാസിഡർമാർ. നിങ്ങളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഭാരത് ബയോടെക് കോവാക്സിൻ ഉണ്ടാക്കിയ ആളാണല്ലോ നമ്മുടെ ബയോ കണക്ട് വന്നിട്ട് ശ്രീകൃഷ്ണ അയാള പറഞ്ഞു. അദ്ദേഹം CIAയുടെ മീറ്റിംഗ് ഡീലയിൽ നടക്കുമ്പോൾ എന്നെ വിളിച്ചത്. ഞാൻ പോയി ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ചോദിച്ചിട്ട് നിങ്ങൾ കുറച്ച് ഇവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ, കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ബന്ധമില്ല. അത് ചെന്നൈ തുടങ്ങാതിരിക്കുകയാണ്. അതാണ് കേരളത്തിൽ തുടങ്ങാൻ KSIDCയുടെ സ്ഥലത്തിന് അപേക്ഷിച്ചിട്ട് 7ാമത്തെ ദിവസം ലാൻഡ് അലോട്ട് ചെയ്തു. അദ്ദേഹം പബ്ലിക്കായി പറയുമ്പോൾ ഞാൻ തന്നെ അറിയുന്നത്. അദ്ദേഹം പറഞ്ഞ മിനിസ്റ്ററോട് പോലും പറഞ്ഞില്ല, ഞാനിപ്പോൾ പറയുകയാണ്. അപ്പോൾ ഭാരത് ബയോ പത്മഭൂഷണാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം ഇവിടെ പറഞ്ഞു. CSIRൻ്റെ ആൾ പറഞ്ഞു, വിമാനത്തിൽ വരുന്ന വർത്തമാനം പറഞ്ഞ് തിരിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും സ്ഥലം കിട്ടി. 215 കോടിയുടെ പദ്ധതി അപ്പോൾ അവർ പ്രഖ്യാപിച്ചു. എല്ലായിടത്തും നമുക്ക് കുറച്ച് സാമ്പത്തിക ഞെരുക്കുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഇൻസെൻറ്റീവ് നൽകുമ്പോൾ കുറച്ച് കുറവ് നിൽക്കുന്നുണ്ട്. അത് ഞങ്ങൾ പരമാവധി വേഗത്തിലാക്കാൻ നോക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഞെരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി നമ്മൾ ഈ ഇയർ ഓഫ് മിഷൻ 1000 അതും ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ ഇപ്പോൾ 245 ആയി അല്ലേ, 213, 500 ആകുമ്പോഴേക്കും നമുക്കൊരു കോൺക്ലേവ് വയ്ക്കാം. അങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. മറ്റ് പരിഷ്കാരങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഈ നിങ്ങളുടെ മീറ്റിങ്ങിൽ തന്നെ എത്ര തവണ വന്നിട്ടുണ്ടോ അല്ലേ? ഞാൻ നോക്കിയപ്പോൾ ഒരു 5000 സംരംഭകരായിട്ടെങ്കിലും ഞാൻ നേരിൽ സംസാരിച്ചിട്ടുണ്ട്. 5000 സംരംഭകരായിട്ടെങ്കിലും, സെക്ടർ വൈസ്, ഡിസ്ട്രിക്ട് വൈസ്, സംഘടന വൈസ് എല്ലാം. ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ കേരളത്തിൽ പുതിയ പ്രവണത വരുന്നുണ്ട്. സംരംഭങ്ങൾ നന്നായി വരുന്നു തുടങ്ങിയല്ലോ. അപ്പോൾ കൊച്ചിയിൽ ഒരെണ്ണം വരുമ്പോൾ ചിലർ പറയും തിരുവനന്തപുരത്ത് അവഗണിച്ചോ, തിരുവനന്തപുരത്ത് വരുമ്പോൾ ചിലർ കൂടെ പറയും കോഴിക്കോടിനെ അവഗണിച്ചോ, കോഴിക്കോട് വരുമ്പോൾ ചിലർ പറയും കോഴിക്കോട് മാത്രമുള്ളൂ കേരളത്തിൽ. ഇപ്പോഴത്തെ പ്രത്യേകത എല്ലായിടത്തും വ്യവസായം വരുന്നുണ്ടെന്നുള്ളതാണ്. കാസർഗോഡ്, അനന്തപുരം, നിങ്ങൾക്കറിയാലോ അനന്തപുരം എസ്റ്റേറ്റ്. ഒരു ദിവസം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് 13 കമ്പനികളാണ് ഒറ്റ ദിവസം. അവരൊരു കമ്പനിയാണ് വന്ദേ ഭാരതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. അവരിപ്പോൾ 400 കോടി രൂപയുടെ ഗുജറാത്ത് കമ്പനിയാണ്. ഗുജറാത്തിൽ നിങ്ങൾ വരാണ് പുതിയത്, അവിടെ തന്നെ പുതിയ പ്ലാന്റ് ആരംഭിക്കുകയാണ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ്. ഇടുക്കിയിലാണ് വിപ്രോന്റെ പുതിയ യൂണിറ്റ്. നമ്മുടെ സ്പൈസസ് പാർക്ക് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ നമ്മുടെ ഫുഡ് പ്രോസസ്സിംഗ് പാർക്ക്, അദ്ദേഹം വന്ദേ ഭാരതിലെ പോകുന്നതാണ് പോകുന്നത്. ഞാനത് കഴിഞ്ഞ രാത്രി വേണ്ടി എനിക്ക് 2-3 പരിപാടി കൂടി ഉണ്ട്. അതിൽ തൊടുപുഴയിൽ വിപ്രോ അവരുടെ പുതിയ യൂണിറ്റ്. ഞങ്ങൾ ചെന്നൈ ചെല്ലുമ്പോൾ ശ്രീനാഥ് വിഷ്ണു ഉണ്ടായിരുന്നു, ഞങ്ങൾ ബാംഗ്ലൂർ ഇതിലുണ്ടായിരുന്നു. വിപ്രോൻ്റെ യൂണിറ്റ് അവിടെ സ്പൈസ് പാർക്കിൽ ഇപ്പോൾ സ്ഥലം കഴിഞ്ഞു. കോഴിക്കോട്ടുകാരുണ്ടല്ലോ നമ്മുടെ VKC. കോഴിക്കോട് ഞാൻ ആദ്യം ചെല്ലുമ്പോൾ നമ്മുടെ KSIDCയുടെ മലബാർ മേഖലയ്ക്ക് വേണ്ടിയുള്ള റീജിയണൽ ഓഫീസ് റസാക്ക് വന്നില്ലേ, റസാക്കുണ്ട്. അപ്പോൾ ഉദ്ഘാടനം ചെയ്തപ്പോൾ അവിടെ ഈ സൈബർ പാർക്കുകാരൊക്കെ എൻ്റെ അടുത്ത് വന്നു, ഇവിടെ മുഴുവൻ ശ്മശാനം പോലെയാണ് സാർ, ഒരു ആങ്കർ ഇൻഡസ്ട്രി എങ്കിലും വേണം. ഇപ്പോൾ ഇവരുടെ ആവശ്യം എന്ന് വെച്ചാൽ ഉടൻ സ്ഥലം അക്വയർ ചെയ്യണം, ഒട്ടും സ്ഥലമില്ല. വയനാട് നമ്മുടെ വ്യവസായ ഭൂപടത്തിൽ ഉണ്ടായിരുന്നില്ല. വയനാട് ഇപ്പം എന്താ സ്ഥിതി?
ഇയർ ഓഫ് എൻ്റർപ്രൈസസിൽ ആദ്യം ടാർഗറ്റ് അച്ചീവ് ചെയ്തത് വയനാട് ജില്ലയാണ്. ഞങ്ങൾ ആദ്യം ഈ ടാർഗറ്റ് നിശ്ചയിക്കുമ്പോൾ ചെല്ലു പറഞ്ഞു, വയനാട് നമ്മൾ ടാർഗറ്റ് നിശ്ചയിക്കണോ? അപ്പോൾ നേരെ കിടക്കട്ട് വരണം എന്ന മട്ടിലാണ്. പക്ഷെ ആദ്യം ഇപ്പോൾ അവർ എൻ്റെ ഡേറ്റ് പോയിക്കൊണ്ടിരിക്കുക. പൊറോട്ടയുടെ ആൾ വന്നിട്ടുണ്ടോ? ഒരു ആഴ്ചയിൽ 2 കണ്ടെയ്നറാണ് പൊറോട്ട പോകുന്നത് വിദേശത്തേക്ക്, വയനാട്ടിൽ നിന്ന്. അപ്പം എല്ലായിടത്തും കേരളത്തിലാകെ എല്ലാ ജില്ലയിലും കേരളത്തിൻ്റെ പ്രത്യേക ശ്രീ കൃഷ്ണ ഇള അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം, മറ്റ് സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായി കേരളത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എവിടെയും തുടങ്ങാം. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മണ്ഡലത്തിൽ ആലങ്ങാട് പഞ്ചായത്തിൽ അവിടെ എൻ്റെ ചെറിയ ടൂറിസം പദ്ധതി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവിടെ ഇറ്റാലിയൻ കമ്പനി തുടങ്ങുകയാണ്. വേറൊന്നല്ല, ജാക്കി ചാൻ്റെ ഒക്കെ സിനിമയുടെ ഹോളോഗ്രാഫിക്സ് ചെയ്യുന്നവരാണ്. ഏറ്റവും മോഡൽ സിമുലേറ്റർ ഇത് അവിടെ തുടങ്ങേണ്ടത്. അവർ ഇന്ത്യ ആകെ പോയിട്ട് സ്ഥലം ഇവിടെ കണ്ടെത്തിയത്. നമ്മൾ പോയി വിളിച്ചുകൊണ്ടെന്നല്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾ വിമാനം ഒന്ന് അയച്ചു കൊടുത്താൽ പോകും, നമ്മളെ കൊണ്ട് പറ്റില്ല. ആളുകൾ നമ്മൾ ശരിയായി വിമാനം പിടിച്ച് ഇങ്ങോട്ട് വന്നോളൂ. നമ്മൾ അങ്ങോട്ട് ചാർട്ടർ ചെയ്യാണ്ട് വിമാനം ഒന്നും അയക്കണ്ട. വിമാനത്തിൽ ഇങ്ങോട്ട് ആളുകൾ വരും, വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചേർത്തല, ആലപ്പുഴയിൽ ഇപ്പോൾ വിയറ്റ്നാം കമ്പനിയുടെ ഹോം അപ്ലയൻസസിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിയറ്റ്നാമീസ് കമ്പനിയാണ്. അവിടെ തന്നെയാണ് നമ്മുടെ മാരിടൈം ക്ലസ്റ്റർ വരുന്നത്. ഇപ്പോൾ എല്ലായിടത്തും വരുന്നുണ്ട്. അത് നിങ്ങൾ കാണണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സംഘടനാ നിലയിൽ ഇപ്പം നിസാർദ്യം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പ്രാതിനിധ്യം ബോർഡിലൊക്കെ വേണം. സംഘടനകൾക്ക് ബോർഡുകളിൽ പ്രാതിനിധ്യം കൊടുക്കാറില്ല. എന്നാൽ സംഘടനകളിലൊക്കെ ഉള്ള ഓരോ മേഖലയും തിരിച്ചപ്പോൾ നമ്മൾ 3 വർഷം കഴിഞ്ഞു. ആദ്യമായിട്ടാണ് KSIDCക്ക് ഒരു വ്യവസായ മുഖം വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ ബ്യൂറോക്രാറ്റിക് ഇതായിരുന്നു, റിട്ടയർ ചെയ്ത ആളുകളാണ്. ദീർഘകാലം അവർ കുഴപ്പമുണ്ടായിട്ടുള്ള കുറേ സംഭാവന ചെയ്തിട്ടുണ്ട്. TK നായർ കുറേ കാലം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ക്രിസ്റ്റി ഫെർണാണ്ടസ് ഇരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ പോൾ ആൻ്റണി നമ്മൾ നിയമിച്ചു. നല്ല സുദീർഘമായി അവരെല്ലാം ചുമതല നിർവഹിച്ചു. പക്ഷേ ഫേസ് ഒന്ന് മാറണം നമ്മൾ തീരുമാനിച്ചു. ഇപ്പോൾ IAS രാജിവെച്ച് ആ റിസ്ക് അന്നെടുത്ത്, ഇപ്പോഴൊന്നുമല്ല. ഞങ്ങളൊക്കെ വന്നിട്ട് ഈ അവസരം ഒരുക്കിയതാണ്, ഞാൻ വന്നു അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് വന്നു, ഞങ്ങൾ ഈ അവസരം അല്ല. അതിന് മുമ്പേ ആ റിസ്ക് എടുത്ത് ചിത്രയുടെ എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ച് ബ്ലഡ് ബാങ്ക് കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാക്കി ശ്രീ ബാലഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്കാണ് അതിൽ ഭൂരിപക്ഷം ഇതിനകത്ത്. ബാക്കി ഉദ്യോഗസ്ഥ പ്രാതിനിധ്യമുള്ളൂ. അതാണ് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ സംഘടനകളിലേക്ക് ഒതുക്കണം. ചിലപ്പോൾ കഴിഞ്ഞ തവണ നിങ്ങളുടെ സംഘടന നാളുണ്ടായിരുന്നു, സംഘടനാ പ്രാതിനിധ്യമല്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ പുതിയ ആളുകൾ വരട്ടെ എന്നൊരു കാഴ്ചപ്പാട് നല്ല സ്വീകാര്യത അവന് വന്നിട്ടുണ്ട്. 2, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ ഒരു യോഗത്തിൽ തൊടുപുഴയെ പറഞ്ഞു, നിങ്ങൾ പരാതികൾ ഇപ്പോൾ വരവ് കുറഞ്ഞു. നിസാറുദ്ദീൻ ന്യായമാണ്, ജെനുവിൻ. എൻ്റെ അടുത്ത് വന്നിട്ടൊരു കാര്യമില്ല. ഞാൻ പറഞ്ഞു, എന്ത് കാര്യമില്ലെന്ന് വെച്ചാൽ എല്ലാം ഇപ്പോൾ ഓൺലൈനാണ്. സമയം കളയണ്ട. തിരുവനന്തപുരം വണ്ടി കയറിയിട്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതുണ്ടെങ്കിൽ കത്ത് കൊടുക്കാനേ പറ്റുള്ളൂ മന്ത്രിക്ക്. പക്ഷേ ഈ സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് അഡ്രസ് മെക്കാനിസം നമ്മൾ ഉണ്ടാക്കിയത് പല്ലും നഖമുള്ള സംവിധാനമാണ്. അവനൊന്ന് കടിക്കാൻ നിങ്ങളുടെ പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് എനിക്ക് എല്ലാ ദിവസവും പരാതി കിട്ടും. പരാതി കിട്ടിയാൽ 30 ദിവസം കൊണ്ട് തീരുമാനം എടുക്കണം. എടുത്ത് 15 ദിവസം നടപ്പിലാക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അറിയില്ല എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് പരാതി ഉണ്ടെങ്കിൽ ഒരു ഓഫീസിലും ഞങ്ങളുടെ കാഴ്ചപ്പാട് മുഖാമുഖം കാണാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ മുഖാമുഖം കണ്ടേ മതിയാവും. ഞാൻ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ ജില്ലാ ജനറൽ മാനേജറെ, ഒരു സംരംഭകനെ നിങ്ങളും കൊണ്ടുപോകാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? സംരംഭം വന്നാൽ ഇരിക്കൂ, സിസ്റ്റം ഓപ്പൺ ചെയ്തു, ഇത് അടിച്ചോളൂ. ശ്രീനാഥ് വിഷ്ണു പറഞ്ഞില്ലേ, ഞാൻ ലൈസൻസിന് വേണ്ടി കൊടുത്തു. എനിക്ക് ആദ്യം അറിയാത്തതുകൊണ്ട് കൺസൾട്ടൻറ്റ് വേണ്ട, ശരിക്കും നമുക്ക് എല്ലാവർക്കും ചെയ്യാം. അടിച്ച് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് കാപ്പി പിടിക്കാൻ വേണ്ടി അപ്പുറത്ത് പോയിരുന്നു. അപ്പോൾ ഇയാൾ വന്നിട്ട് പറഞ്ഞു, സാർ ലൈസൻസ് കിട്ടി. 1 മിനിറ്റ് എടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീനാഥിന് സംശയമായി, ഇത് ഒറിജിനലാണ് ഡ്യൂപ്ലിക്കേറ്റാണ്. നേരെ അദ്ദേഹം ചെന്നൈയിൽ നമ്മുടെ റോഡ് ഷോ പറഞ്ഞതാണ്. നേരെ അദ്ദേഹം CIAയുടെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് വെച്ചു, സാർ ഇങ്ങനെ ഒന്ന് കിട്ടിയിട്ടുണ്ട്, അത് ശരിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അക്നോളജ്മെൻ്റാണ് നമ്മളിപ്പോൾ നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നത്. അക്നോളജ്മെൻ്റ് എന്ന് മാറ്റിയിട്ട് ഡീംഡ് സർട്ടിഫിക്കറ്റ്, ഡീംഡ് ലൈസൻസ്. ആ നിയമ ഭേദഗതി നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡീംഡ് ലൈസൻസ് ഒരു ഭേദഗതി കൂടി ഉദ്ദേശിക്കുന്നുണ്ട്. 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ നിന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് 3 വർഷം 6 മാസം വരെ ആക്കാനും അതിനുള്ളിൽ ആവശ്യമായ ലൈസൻസുകൾ നേടണം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ ഈ ജില്ലകളിലും സംഘടനകളും
സെക്ടർ ബേസും നടത്തിയ അഭിമുഖങ്ങളിലെല്ലാം ചോദിച്ചിരുന്നു, ഏതാണ് നിങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന ചട്ടം, ഏതാണ് നിങ്ങൾക്കുള്ള ഉത്തരവ്, ഏത് നിയമത്തിൻ്റെ വ്യവസ്ഥയാണ് നിങ്ങൾക്ക് തടസ്സമുള്ളത്. ഇതെല്ലാവരോടും ചോദിച്ചു, എല്ലാ മാറ്റങ്ങളും വരുത്തി. ഇനി ആകെ ഒരു നിയമ ഭേദഗതിയാണ് വരാനുള്ളത്. അത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളിലെ LSTകളുടെ നികുതി സംബന്ധിച്ച് അത് നിർത്തിവെക്കാൻ പറഞ്ഞു. നിയമ ഭേദഗതിക്കുള്ള ബില്ല് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊള്ളണം, നിലവിലുള്ള നിയമത്തിനും ചട്ടത്തിനും അനുസരിച്ച് തന്നെയാണ് നിങ്ങളിത് സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ അഫിഡാവിറ്റിലാണ് നമ്മൾ നൽകുന്നത്. നാളെ ഇത് ദുരുപയോഗപ്പെടുത്തി എന്ന് വന്നാൽ അത് ഉടൻ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വരും. കണ്ട് ഇത്രയും വൈലേഷനുകളാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾ ഉറപ്പുവരുത്തിക്കൊള്ളണം. വ്യവസായം നടത്താൻ പറ്റിയ സ്ഥലത്ത് ഇപ്പോൾ ഈ സന്തോഷ് ജോർജ് ലോകം മുഴുവൻ കണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ എല്ലാം മിക്കവാറും രാജ്യങ്ങളിൽ ഓരോ പ്രദേശവും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടാവും. താമസിക്കാൻ, വ്യവസായം, വാണിജ്യം, ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. പിന്നെ പാടമാണെങ്കിൽ അവിടെ വ്യവസായം നടത്താൻ പറ്റില്ല. അപ്പോൾ അത് കൺവേർഷൻ നടത്തിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ബിൽഡിംഗ് പണിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട് എക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ടെമ്പററി ബിൽഡിംഗ് നമ്പറാക്കി നമ്മൾ. പക്ഷെ ഇപ്പോൾ ചർച്ച ചിലപ്പോൾ അതിനനുസരിച്ചല്ല പണിതെങ്കിലോ അപ്പോൾ പ്രശ്നമാവും. അത് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തിക്കൊള്ളണം, നിയമാനുസൃതമാണ് എന്ന് ഉറപ്പുവരുത്തിക്കൊള്ളണം. 1 മിനിറ്റിന് നമ്മൾ ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അത് ആ കാര്യം കൂടി നിങ്ങൾ വ്യക്തത വരുത്തണം. അപ്പോൾ എല്ലാം ഓൺലൈനിലേക്ക് മാറ്റുക. നമുക്ക് നല്ല മാറ്റമുണ്ടാകും. ഫെബ്രുവരി 21, 22 ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് നമ്മൾ നടത്താൻ പോവുകയാണ്. അതിന് മുന്നോടിയായി ജനറേറ്റീവ് AI IBMുമായി ചേർന്ന കോൺക്ലേവ് കഴിഞ്ഞു. റോബോട്ടിക്സ് കോൺക്ലേവ് റൗണ്ട് ടേബിൾ കഴിഞ്ഞു. ഫുഡ് പ്രോസസ്സിംഗ് ടെക്നോളജിയുടെ റൗണ്ട് ടേബിൾ കഴിഞ്ഞു. ലോജിസ്റ്റിക് ആൻഡ് മാരിടൈം റൗണ്ട് ടേബിൾ കഴിഞ്ഞു. ലൈഫ് സയൻസ് ബയോ കണക്ട് റൗണ്ട് ടേബിൾ കഴിഞ്ഞു. മെഡിക്കൽ ഡിവൈസ് പ്രത്യേകം ഒരു വിദേശ കമ്പനികളായിട്ട് റൗണ്ട് ടേബിൾ കഴിഞ്ഞു. ബാക്കി റൗണ്ട് ടേബിളുകൾ കൂടി ഈ ദിവസങ്ങളിൽ വരികയാണ്. ചെന്നൈ റോഡ് ഷോ കഴിഞ്ഞു, ബാംഗ്ലൂർ റോഡ് ഷോ കഴിഞ്ഞു. ഇനി മുംബൈ റോഡ് ഷോ ഉണ്ട്, ഡൽഹി റോഡ് ഷോ, 12-ാം തീയതി ഖത്തർ റോഡ് ഷോ ഉണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റിൽ വേറൊന്നുണ്ട്. മറ്റ് രാജ്യങ്ങളുമായി എല്ലായിടത്തും നമുക്ക് പോകാൻ സമയം മറ്റതുകൊണ്ട് ഓൺലൈനായിട്ട് മറ്റു കാര്യങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു 1 ലക്ഷം കോടി 2 ലക്ഷം കോടി എന്ന് പ്രഖ്യാപിക്കലല്ല. നമുക്ക് കൺവർഷൻ ഉണ്ടാവണം. പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കി മാറ്റണം. ഓരോ മേഖലയിൽ എത്ര പറ്റും, ഓരോ സംഘടനയ്ക്ക് എത്ര പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചെറിയ സംരംഭകരുടെ ഭാഗമായി ഈ കാലത്തിനുള്ളിൽ ഈ 2 വർഷം 6 മാസം നമ്മൾ തുടങ്ങിയിട്ട് 19,432 കോടി 39 ലക്ഷം നിക്ഷേപം സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങളിൽ മാത്രം കേരളത്തിൽ വന്നു. 19 കോടി പുറത്തുനിന്ന് വന്നതല്ല. 20,000 പറയാം. ഏറ്റവും ചിലപ്പോൾ മാല പണയം വെച്ചിട്ട് ക്യാപിറ്റലായിട്ടുണ്ടാവും, ഇത് വിറ്റിട്ടുണ്ടാവും. ചില ബാങ്കിലെ ഡെപ്പോസിറ്റ് ക്യാപിറ്റലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വായ്പ എടുത്തായിരിക്കും, കൈവായ്പയായിരിക്കും. ഇത് മൂലധനമായി മാറി തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു. 6 ലക്ഷത്തോളം തൊഴിൽ ഇതിൻ്റെ ഭാഗമായി സൂക്ഷ്മ സംരംഭങ്ങളാണ്. ചിലപ്പോൾ 2-2.5 തൊഴിലൊക്കെയാണ്. 6,37,726 തൊഴിൽ സൃഷ്ടിക്കപ്പെട്ടു. ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു, നിങ്ങളുടെ സ്ഥലത്തിലുണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നിക്ഷേപം നടത്തിയ പുതിയ, ഇത് സൂക്ഷ്മമാണല്ലോ, കുറച്ചുകൂടി വലുത്, ചിലത് നിലവിലുള്ളതിലുള്ള ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ്, ചിലത് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ്, ഉൽപ്പാദനത്തിലേക്ക് എത്തുന്നു. പൈപ്പ് ലൈനിൽ നിൽക്കുന്നത് 245 പേര് വന്നു. അവരുടെ മൊത്തം നിക്ഷേപം നോക്കിയപ്പോൾ 12,000 കോടിയാണ്. അപ്പം ഇത് രണ്ടും കൂടി കൂട്ടി നോക്കിയേ, 32,000 കോടി 3 വർഷത്തിനുള്ളിൽ കേരളത്തിൽ നിക്ഷേപമായി വന്നു. ഇത് ചിലപ്പോൾ ഒരു 2,000-2,500 കോടി ഇത് ഈ ഇയർ ഓഫ് എൻ്റർപ്രൈസസിൽ വന്ന ചിലപ്പോൾ വലിയ ചിലത് അതിലും വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നാലും മോശമല്ല. ഒരു 20-30,000 കോടി 3 വർഷം കൊണ്ട് കേരളത്തിൽ പുതിയ നിക്ഷേപം വന്നിരിക്കുന്നു. നമ്മുടെ ഈ പരിപാടി കൂടി കഴിയുമ്പോൾ നിങ്ങളുടെ മേഖലയിൽ നിന്ന് എത്ര വരും? പുതിയ പ്രസിഡന്റിനെ ടീമിനെയും ഒരു അസൈൻമെന്റ് ഏൽപ്പിക്കാൻ പോവാണ്. ജില്ലകളെല്ലാം ഗോദാസ, തൃശ്ശൂർ, നിങ്ങളുടെ പാർക്ക് വന്നിട്ടില്ല എപ്പോഴും. അടുത്ത മാസം അത് ഞാൻ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി.
ഇന്ന് പ്രതീക്ഷിച്ചു, പക്ഷെ വന്നിട്ടില്ല. ഇത് ഇപ്പോൾ ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് ഡൽഹി പോണതിന് മുമ്പ് ഒപ്പിട്ടത് കൂടി നോക്കുമ്പോൾ 1 വർഷമല്ലേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞിട്ട് 30 സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് പെർമിറ്റ് കൊടുത്തു കഴിഞ്ഞു 1 വർഷത്തിനുള്ളിൽ. ഇനി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പോൾ 80 എണ്ണം എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചു. അതിൽ കുറച്ച് ഓൺലൈൻ വന്നുകൊണ്ടിരിക്കുകയാണ്. 25 ഈ വർഷം കൊടുക്കും. 25 ഈ വർഷം തന്നെ നമ്മൾ കൊടുക്കും. നിങ്ങൾക്ക് എത്ര പുതിയ നിക്ഷേപം കൊണ്ടുവരാൻ പറ്റും? ഫർദർ ആയാൽ മതി. നിങ്ങളുടെ തന്നെ എത്ര ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഓരോ ജില്ലയും കോട്ടയിടണം. ടാർഗറ്റ്സ്. ഞങ്ങൾ ജില്ലയ്ക്ക് വ്യവസായ കേന്ദ്രം ഞാനിപ്പോൾ ഇവരോട് പ്രഖ്യാപിച്ചത് നിങ്ങൾ അറിയാത്ത കാര്യം പറയാം. ഡിസംബർ 31 കേരളത്തിലുള്ള എല്ലാ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലും ഒരു പ്ലോട്ടും ഒഴിഞ്ഞടക്കാൻ പാടില്ല. അതാണ് ഡയറക്ഷൻ കൊടുത്തേക്കണം. കാരണം നിങ്ങൾ 60 മുതൽ ആരംഭിച്ച തർക്കങ്ങളെല്ലാം ഞാൻ പരിഹരിച്ചു. ഞാനെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും കൂടി പരിഹരിച്ചു. നേരത്തെ ആക്ടിവിറ്റി മാറ്റാൻ പറ്റില്ല, ഉടമസ്ഥാവകാശം മാറ്റാൻ പറ്റില്ല, മാറ്റിയ കേസ്, ഏറ്റെടുത്ത കേസ്, ഇപ്പം എല്ലാം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്തു. ഇനി എടുത്തിട്ട് വാടക കൊടുക്കുന്നവർ നമ്മൾ ഓണർഷിപ്പ് എടുത്ത് ചില വാടകക്കാരുണ്ട്. അതും ഇനി കർക്കശമായിട്ട് അതൊക്കെ പോകട്ടോ. അതിപ്പോൾ നമ്മുടെ ഒരാളാണ്, വേറെ അതൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഉടമസ്ഥാവകാശം 25,000 രൂപ കൊടുത്ത ഉടമസ്ഥാവകാശം മാറാം, 10,000 രൂപ കൊടുത്ത ആക്ടിവിറ്റി മാറാം. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമാകാൻ പാടില്ല. എല്ലാ പ്ലോട്ടും കൈമാറേണ്ട കൈമാറാം. എക്സോ വയ്യോ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ഉണ്ടാവണം. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. ഡിസംബർ 31 ജനറൽ മാനേജർമാരുടെ യോഗം ഇതിൻ്റെ ഭാഗമായി ഈ നമ്മുടെ റാങ്കിങ്ങിൻ്റെ ഭാഗമായി വിളിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജനുവരി 1 മുതൽ ഒഴിഞ്ഞു കിടന്നാൽ GM-നായിരിക്കും ഉത്തരവാദിത്വം. കിൻഫ്ര പാർക്ക്, KSIDC പാർക്കുകൾ അവിടെയും ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ 10% അടച്ചാൽ മതി. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് 10% അടച്ചാൽ മതി. 2 വർഷം മൊറട്ടോറിയം. നിങ്ങൾ 100 കോടിക്ക് മുകളിലുള്ള നിക്ഷേപമാണെങ്കിൽ 10% ലീസ് അടച്ചാൽ മതി. 2 വർഷം മൊറട്ടോറിയം. ബാക്കി 9 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അത് കഴിഞ്ഞിട്ട് അടച്ചാൽ മതി. അപ്പോൾ 9, 2, 11, 12 വർഷം കൊണ്ട് അടച്ചാൽ മതി. 50 കോടിക്ക് 100 കോടിക്കിടയിലാണോ 20% ആദ്യം അടച്ചാൽ മതി. 2 വർഷം മൊറട്ടോറിയം, ബാക്കി 5 ഇൻസ്റ്റാൾമെൻറ്റ് മതി. ഇനി 50 കോടിക്ക് താഴെയാണോ MSME ആണോ 20% അടച്ചാൽ മതി, ബാക്കി 5 ഇൻസ്റ്റാൾമെൻറ്റ്. ഇത് പോകുന്നു. അപ്പോൾ അവിടെയും ഒരു സ്ഥലം പോലും ഇനി ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ഇനി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം നിങ്ങൾക്ക് ഇടപെടാവുന്ന സ്ഥലമുണ്ട്. കേരളത്തിലെ വീടുകൾ 3000 സ്ക്വയർ ഫീറ്റുള്ള വീട്, 3500 സ്ക്വയർ ഫീറ്റുള്ള വീട്, അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റുള്ള വീട് എത്ര സ്ഥലം ഉപയോഗിക്കണ്ടാവും? 1000 സ്ക്വയർ ഫീറ്റ്. ബാക്കിയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണല്ലോ നമ്മൾ. അത് തന്നെ അവസാനം ഒരു പണി ചെയ്യും മാറി. ഇപ്പോൾ റോബോട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്ത വിദ്യരായ വീട്ടമ്മമാരുള്ള സ്ഥലം ഏതാ? കേരള. BTech വീട്ടമ്മ, MTech വീട്ടമ്മ, MA വീട്ടമ്മ, BBA വീട്ടമ്മ. യഥാർത്ഥ ചിലത് ക്രിമിനൽ കുറ്റ. ഇപ്പോൾ തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച ഒരാൾ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ സ്കൂൾ മുതലെങ്കിലും എടുത്താൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്ചക്കറിന് എത്ര പണം കൊടുക്കണം? എന്നിട്ട് വീട്ടിൽ TV കണ്ട് ചമ്മന്തി അരച്ച് കുട്ടികളെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സ്ചക്കറിന് എത്ര പണം വേസ്റ്റായി? സമ്പദ്ഘടനയ്ക്ക് സംഭാവന ചെയ്യണ്ടേ? ഇപ്പോൾ പക്ഷേ കുടുംബഘടന പോലെ ചിലപ്പോൾ പറ്റില്ല, പോകാൻ പറ്റില്ല. വീട്ടിൽ വേണ്ട, 2-3 കമ്പ്യൂട്ടർ അവിടെ ഇട്ടോ വീട്ടിൽ. ഇപ്പോൾ പഞ്ചായത്ത് വകുപ്പായി ധാരണയായി ലൈസൻസ് കൊടുക്കുകയാണ് വീട്ടിലെ സംരംഭത്തിന്. നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങളത് അമേരിക്കയിൽ നിന്ന് ക്ലയൻറ്റ് തരാം, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ക്ലയൻറ്റ് തരാം. നിങ്ങൾ കണക്കൂക്കി കൊടുത്താൽ മതി വീട്ടിലിരുന്നിട്ട്. അല്ലെങ്കിൽ 4 തയ്യൽ മെഷീൻ ഇട്ടോ. അല്ലെങ്കിൽ ചെറിയ, ഞാൻ വയനാട്ടുകാർ കൈയടിച്ച മനസ്സിലുണ്ടെന്നുള്ളത്. ഞാൻ അവിടേക്ക് പോയപ്പോൾ ഒരു യൂണിറ്റ് വെളുത്തുള്ളി അടർത്തിയെടുക്കുന്ന യൂണിറ്റ്, ഞാൻ ഇവിടെ തന്നെ മണ്ടുണ്ടല്ലോ, വെളുത്തുള്ളി പേസ്റ്റ്, ഒരെണ്ണം വെളുത്തുള്ളി മാത്രം അടർത്തിയെടുത്ത്, ഒരെണ്ണം വെളുത്തുള്ളി പേസ്റ്റ്, ഒരെണ്ണം ഗാർലിക് പൗഡർ, ചെറിയ ചെറിയ യൂണിറ്റാണ്. അല്ലെങ്കിൽ ഒരു ഇപ്പം പാലക്കാട് മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റി വരികയാണ്. നമ്മൾ 1710 ഏക്കർ 1789 കോടി ചെലവഴിച്ച് 10 മാസത്തിനുള്ളിൽ ഏറ്റെടുത്ത് റെഡിയാക്കി കൊടുത്തു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയിലുള്ള സ്ഥലം ഏറ്റെടുക്കലാണ്. അവിടെ വന്നാൽ അവിടെ സിറ്റി നിൽക്കാൻ പാടില്ല. അവിടെ ഇലക്ട്രോണിക്സ് കമ്പനി വന്നു. ആ പ്രദേശത്തുള്ള കുറേ വീടുകളിൽ നമുക്ക് ചെറിയ യൂണിറ്റ് തുടങ്ങാം, ചെറിയ ചെറിയ യൂണിറ്റുകൾ.
ഇപ്പോൾ പഞ്ചായത്ത് ഞങ്ങളൊരു മാപ്പ് ചെയ്തു. സ്ഥലമാണല്ലോ നമ്മുടെ ഒരു പ്രശ്നം. പഞ്ചായത്തിന് കയ്യിൽ എത്ര സ്ഥലമുണ്ട്, റവന്യൂവിൻ്റെ കയ്യിൽ എത്ര സ്ഥലമുണ്ട്, വ്യവസായത്തിന് ഉപയോഗിക്കാൻ എത്ര, പഞ്ചായത്തിന് എസ്റ്റേറ്റ് ഉണ്ടാവും, അത് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ യൂണിറ്റുകൾ, ഒരു വലിയ യൂണിറ്റ്, ഞങ്ങളിനി ചില ക്ലസ്റ്ററുകൾ ഉണ്ടാക്കാൻ പോവാം. ഈ കാച്ച്മെൻറ്റ് ഏരിയ ക്ലസ്റ്റർ ഇപ്പോൾ നമ്മൾ തുടങ്ങി. കാച്ച്മെൻറ്റ് ഏരിയ, പണ്ട് പുഴ പോകുന്നതിന് ഒരു കാച്ച്മെൻറ്റ് ഉണ്ടാവും കൃഷി തുടങ്ങാൻ. അതുപോലെ സ്മാർട്ട് സിറ്റി മാനുഫാക്ചറിങ് പാലക്കാട് വരുമ്പോൾ അതിന് ചുറ്റും എത്ര, ചിലപ്പോൾ കോയമ്പത്തൂരും പെട്ടെന്ന് വരാം, നമ്മുടെ അതിർത്തി തന്നെ വേണമെന്നില്ല. പാലക്കാട്, തൃശ്ശൂർ, 2-2.5 ജില്ല വരും, ജില്ല അടിസ്ഥാനത്തിലല്ല. അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് എത്ര പറ്റും? മാരിടൈം ക്ലസ്റ്റർ വരുന്നു, ചിലപ്പോൾ ആലപ്പുഴ, തിരുവനന്തപുരത്ത്, കൊച്ചി, ഇങ്ങോട്ട് പറ്റും. വിഴിഞ്ഞം വരുന്നു, വിഴിഞ്ഞത്തിൻ്റെ ഒരു കാച്ച്മെൻറ്റ് എത്ര ഉണ്ടാവും? ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ചാൽ വലിയ മാറ്റം വരും. ശ്രീ സന്തോഷ് ജോർജ് പറഞ്ഞ പോലെയുള്ള നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. റോബോട്ടിക്സ്, AI, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, അതുപോലെയുള്ള പുതിയ സ്പേസ്, ഡിഫൻസ്, ഇങ്ങനെയുള്ള പുതിയ പുതിയ മേഖലകൾ. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി. നമ്മളിപ്പോൾ വലിയൊരു ഗാർമെൻറ്റ് ഫാക്ടറി ഉണ്ടെന്ന് കരുതാം, വലിയ ഫാക്ടറി, വലിയ പാടാണ്. 10,000 പേര് ജോലി ചെയ്യണമെങ്കിൽ 10,000-ൽ 99 ഒരു 100-200 ഓഫീസ് കഴിഞ്ഞ ബാക്കിയെല്ലാം ആരായിരിക്കും? മൈഗ്രൻ്റ് ലേബറാണ്. ശരാശരി 10,000 രൂപയായിരിക്കും ശമ്പളം, ഒരു വർഷം 120 കോടി. ഇതെവിടേക്ക് പോവും? കുറച്ചുകൂടെ ബാക്കി മറ്റു സ്റ്റേറ്റിൽ പോവും. IBM ഇവിടെ തുടങ്ങി, 3,000 പേരെടുത്തു, വർഷം 20 ലക്ഷം ഒരാൾക്ക്. എത്ര കോടിയെ? 600 കോടി ഒരു വർഷം. പരമാവധി മലയാളികൾ. ഉയർന്ന ശമ്പളം കിട്ടുന്ന ഒരു ജോലി സൃഷ്ടിച്ചാൽ, ഇവിടെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞല്ലോ, നോക്കിയിട്ട് സുമാട്ടോ, സ്വിഗ്ഗി ഗിഗ് വർക്കേഴ്സിൻ്റെ എണ്ണം കൂടും, ഡ്രൈവർമാരുടെ എണ്ണം കൂടുതൽ, ഫ്ലാറ്റ് എണ്ണം കൂടുതൽ, 5 ഇൻഡയറക്റ്റ് ജോബ് വരും, ഒരു ഹൈലി പെയ്ഡ് ജോബ് വന്നാൽ. ഇതിലാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നത് നോളജ് ഇൻഡസ്ട്രി. ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ കേരളം ലോകത്തിൻ്റെ ഹൈടെക് മാനുഫാക്ചറിങ്ങിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ കഴിയും. നമുക്ക് നോളജ് ഇൻഡസ്ട്രീസ് ഹബ്ബാക്കി മാറ്റാൻ കഴിയും. അതിനുള്ള പരിസരം ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളെല്ലാം തികഞ്ഞു. ഞങ്ങളിത് ഒന്നാമതായി ഇന്ന് ആഘോഷം നടത്തല്ല, നമ്മൾ ഇത് നടത്തുന്നത് നമ്മൾ പരിസരം ഒരുക്കി. ഇനിയാണ് നമ്മൾ ഇത് കൊണ്ടുവരേണ്ടത്. അതിന് നമുക്ക് ഒന്നിച്ച് ശ്രമിക്കാം. നല്ല മാറ്റം ഭാവിക്ക് വേണ്ടി കേരളത്തിൽ ഉണ്ടാക്കാം. അതിൽ നിങ്ങളുടെ സംഘടന വഹിച്ചിട്ടുള്ള പങ്കിനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.